നമസ്തേ. ജന ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ സ്വന്തം വിശ്വസാഹിത്യകാരൻ MD കാലത്തിൻ്റെ മഞ്ഞിൽ മറയുന്നു. മലയാള സാഹിത്യ നാലുകെട്ടിൻ്റെ ഉമ്മറത്തെ ചാരികസേരയിൽ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന കാരണവർ ഇനിയില്ല. എങ്കിലും MD സമ്മാനിച്ച ഇരുട്ടിൻ്റെ ആത്മാവ്, വാനപ്രസ്ഥം, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ഛൻ, വൈശാലി, സതയം, പഴശ്ശിരാജ തുടങ്ങിയ നിരവധി ചലച്ചിത്ര കഥകളിലൂടെയും കാലം, മഞ്ഞ്, രണ്ടാമൂഴം, അസുരവിത്ത് തുടങ്ങിയ നിരവധി നോവലുകളിലൂടെയും അദ്ദേഹം ജീവിക്കുമെന്ന് ഉറപ്പ്. MD കഥയുടെ പെരുന്തച്ഛൻ തന്നെ. സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ഇന്ന് MDയുടെ സാഹിത്യ സംഭാവനകൾ, അദ്ദേഹം ഇറങ്ങിപ്പോയ ആ ചാരുകസേരയിൽ ഇനി ആര്, മലയാളത്തിൻ്റെ ഇനി കഥയുടെ നായകർ ആരൊക്കെ, ഈ വിഷയമാണ് ഇന്ന് ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ ശ്രീ K. ജയകുമാർ IAS, ചലച്ചിത്ര സംവിധായകനും നടനുമായ മധുപാൽ, കവി PP ശ്രീധരനുണ്ണി, നടൻ കൃഷ്ണപ്രസാദ്, എഴുത്തുകാരൻ EN നന്ദകുമാർ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും മാധ്യമപ്രവർത്തകനുമായിരുന്ന സാഹിത്യകാരൻ ലത്തീഫ് പറമ്പിൽ എന്നിവർ നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കുചേരുന്നു. പ്രേക്ഷകർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം എഴുത്തുകാരൻ ശ്രീ EN നന്ദകുമാറിലേക്ക് സ്വാഗതം. നന്ദകുമാർ, MDയെ പറ്റി പറഞ്ഞാൽ തീരാത്ത അത്ര സാഹിത്യ സംഭാവനകൾ മലയാളത്തിലുണ്ട്. അത് ഒരു മണിക്കൂറിലോ ഒരു ദിവസമോ പറഞ്ഞാൽ തീരുന്നതല്ല. 7 പതിറ്റാണ്ട് കാലം അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു വെച്ച കഥയുടെ ഒരു പ്രത്യേക ലോകമുണ്ട്, കഥയുടെ വലിയ ഒരു കാലമുണ്ട്. അത് അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷേ അദ്ദേഹം എഴുതി വച്ച കഥകളിലൂടെ, അദ്ദേഹം എഴുതി വെച്ച സാഹിത്യത്തിലൂടെയും, അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമയിലൂടെയും അദ്ദേഹം വരും തലമുറയിലും ജീവിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ശ്രീ EN നന്ദകുമാർ, ഈ അവസരത്തിൽ MD ഇല്ലാത്ത മലയാളം അങ്ങ് എങ്ങനെ കാണുന്നു? അത്യന്തം വളരെ വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സംഭവവികാസങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും MT പോലെയുള്ളൊരു കഥാകാരൻ്റെ വേർപാട് മലയാളത്തിന് ഇനി ഏത് കാലത്താണ് നികത്താൻ സാധിക്കുകയെന്നറിയില്ല. കാരണം MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ തുടക്കം നേരത്തെ സൂചിപ്പിച്ച പോലുള്ള 7 പതിറ്റാണ്ടല്ല 77 വർഷക്കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. അത് പുരാതന ഭാരതത്തിലെ രത്നവ്യാപാരികളെ കുറിച്ചുള്ള ലേഖനമായിരുന്നു. അദ്ദേഹത്തിന് അന്ന് വയസ്സ് 14 വയസ്സാണ്. 14 വയസ്സിൽ ആരംഭിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ സപര്യ അത് ഏകദേശം ഒരു 77 വർഷക്കാലത്തോളം അനുസ്യൂതം തുടർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലയില്ല. അദ്ദേഹം കഥകളുടെ ലോകത്താണ് അദ്ദേഹം കൂടുതൽ വ്യാപരിച്ചിരുന്നെങ്കിലും അദ്ദേഹം നോവലിൻ്റെ മേഖലയിലുണ്ടായിരുന്നു, കഥയിലുണ്ടായിരുന്നു, തിരക്കഥാകൃത്തായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നാടകം വരെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള സമസ്ത മേഖലകളിലേക്കും കൈവരിച്ചിട്ടുള്ള MT വാസുദേവൻ നായരുടെ അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിൻ്റെ നമുക്കത് എങ്ങനെയാണ് മലയാളി അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു പകരക്കാരനില്ലാത്ത, അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കസേര, അതിന് പകരക്കാരനില്ല. കാരണം നമ്മൾ കേരളത്തിന് വെളിയിൽ പല സ്ഥലത്തും പോകുമ്പോൾ അവരൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരു മലയാളി എഴുത്തുകാരൻ ഇന്നിപ്പോൾ ജീവിച്ചിരുന്നത് MT വാസുദേവൻ നായർ മാത്രമാണ്. എല്ലാവരും ചോദിക്കുന്ന MT വാസുദേവൻ നായരെ കുറിച്ചിട്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ സിംലയിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോകുന്ന സമയത്തും പാരീസിൽ പോകുന്ന സമയത്തും ഷാർജയിൽ പോകുന്ന സമയത്തും ഒക്കെ ആളുകൾ ചോദിക്കുന്നത് സാധാരണ MT വാസുദേവൻ നായരെ കുറിച്ചിട്ടാണ്. അങ്ങനെ മലയാളികളെ സംബന്ധിച്ച് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു അഭിമാന സ്തംഭമായിരുന്നു MT വാസുദേവൻ നായർ. അത്തരത്തിലൊരു മഹാന്റെ വേർപാട് നമ്മളെ സംബന്ധിച്ചത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെ വളരെ ദിവസങ്ങളോ മാസങ്ങളോ എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണെങ്കിലും നിലവിലെ ആ കസേര ഒഴിഞ്ഞു തന്നെയാണ്, അത് ദീർഘകാലം കിടക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും നമ്മളെ സംബന്ധിച്ചില്ല. ശ്രീ EN നന്ദകുമാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാഹിത്യ ലോകത്ത് നോക്കുമ്പോൾ MD എഴുതി വെച്ച നിരവധി കഥകളുണ്ട്, നിരവധി നോവലുകളുണ്ട്. അത് കാലങ്ങൾ കടന്ന് അത് വായിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പല കൃതികളും ചലച്ചിത്ര രൂപത്തിലാണ് സാധാരണക്കാരിലേക്ക് എത്തിയത്. സാധാരണ സാഹിത്യത്തെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കഥകൾ വായിക്കാത്ത സാധാരണക്കാരായ ജനങ്ങളിലേക്ക് MD എത്തിയത് സിനിമയിലൂടെയാണ്.
അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ ഭൂരിപക്ഷം മലയാളികളും മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തെയും അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനയെയും നമ്മൾ രണ്ടായി കാണണോ അതോ ഒരേ വീക്ഷണകോണിൽ വേണോ അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകളെ കാണാൻ? ശ്രീ നന്ദകുമാർ. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തത് കൊണ്ട് എം.ടി. വാസുദേവൻ നായരുടെ സാഹിത്യ സംഭാവനകൾ തന്നെയാണ് സമസ്തവും. അദ്ദേഹത്തിൻ്റെ കഥയെഴുത്തായാലും കൊള്ളാം, അദ്ദേഹത്തിൻ്റെ നോവലെഴുത്തായാലും കൊള്ളാം, അദ്ദേഹത്തിൻ്റെ തിരക്കഥ എഴുത്തായാലും കൊള്ളാം, അദ്ദേഹത്തിൻ്റെ സിനിമാ നിർമ്മാണം ആയാലും കൊള്ളാം, എല്ലാം എന്ത് അദ്ദേഹം ചെയ്താലും മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു സർക്കസ് കൂടാരത്തിൽ പോയിട്ടുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. ആ സർക്കസ് കൂടാരത്തിൽ പോയ സമയത്ത് സർക്കസ് കൂടാരത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഏറ്റവും വേദനാനിർഭരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിച്ച് അതിനെ സംബന്ധിച്ച് അദ്ദേഹം തയ്യാറാക്കുന്ന കഥയാണ് വളർത്തുമൃഗങ്ങൾ. അത് പിന്നെ പിൽക്കാലം സിനിമയായി. പക്ഷേ സിനിമയാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു വേദന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ആ സർക്കസ് കൂടാരം കാണുന്ന സമയത്ത് സർക്കസിൻ്റെ നമ്മുടെ മുമ്പിൽ സാധാരണ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സർക്കസിലെ കലാകാരന്മാർ നമ്മളെല്ലാവരും അവരെ ആ കലാകാരന്മാരെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കി കണ്ടിട്ടുണ്ടാവുക. പക്ഷേ എം.ടി. വാസുദേവൻ നായർ അവരെ കണ്ടത് അങ്ങനെയല്ല. എം.ടി. വാസുദേവൻ നായർ അവരെ കണ്ടത് ആ സർക്കസ് കൂടാരത്തിൻ്റെ സർക്കസിന് പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെന്ന് അവർ ജീവിത യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞ് അതിന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ദീക്ഷണാശാലിയായിരിക്കുന്ന ഒരു സാഹിത്യകാരൻ്റെ ഒരു പ്രവർത്തന രീതിയായിരുന്നു അദ്ദേഹം അവലംബിച്ചത്. അതാണ് പിൽക്കാലത്ത് സിനിമയിലും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് തന്നെ ആ സിനിമയെ മലയാളി അതിന് നെഞ്ചോട് ചേർക്കാൻ കാരണം വാസ്തവത്തിൽ എം.ടി. വാസുദേവൻ നായരുടെ ആ ചില പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് നിരവധി സിനിമകൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ഈ സിനിമകൾക്കെല്ലാം തന്നെ ഉള്ളത് ജീവിത സ്പർശിയാണ് ഈ കഥകളെല്ലാം. ഈ കഥകളെല്ലാം അത് നമ്മളെ സാധാരണ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ വേറെ സവിശേഷത നോക്കൂ. നമ്മുടെ എല്ലാം ഗ്രാമപ്രദേശങ്ങളിലെ ഓരോ വ്യക്തിക്കും തോന്നാവുന്ന രീതിയിലാണ് ഈ കഥ ഞാനുമായി ബന്ധപ്പെട്ടുള്ളതാണോ? കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കഥകൾക്കെല്ലാം എൻ്റെ അച്ഛൻ്റെ ഛായയുണ്ട്, എൻ്റെ അമ്മയുടെ ഛായയുണ്ട്, അവിടെയുള്ള ഭ്രാന്തൻ വേലായുധൻ ചേട്ടന് എൻ്റെ ഗ്രാമത്തിൻ്റെ സ്വഭാവമുണ്ട്, മാളുവെഴുത്തിക്ക് എൻ്റെ അമ്മയുടെ ഛായയുണ്ട്, എൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഛായയുണ്ട്. ഈ തരത്തിൽ ജ്യേഷ്ഠാനുജന്മാരുടെയും അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുടെയും എല്ലാം കഥ പറയുന്ന എം.ടി. വാസുദേവൻ നായർ അദ്ദേഹം ജീവിക്കുന്നത് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലാണ്. വള്ളുവനാടൻ ശൈലിയിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ ആ കഥകൾ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അതിലെ കഥാപാത്രങ്ങൾ, അതിൽ അദ്ദേഹത്തിന് എം.ടിയുടെ തന്നെ വാക്കുകൾ ഞാൻ കടമെടുത്ത് പറഞ്ഞാൽ, ഒരിക്കലും ഒരു കഥാകാരനെ കാണേണ്ടത് കഥാകാരൻ്റെ വ്യക്തിജീവിതത്തെ നോക്കിക്കൊണ്ടായിരിക്കരുത്, കഥാകാരൻ്റെ എഴുത്തിനെ നോക്കിക്കൊണ്ടായിരിക്കണം എന്ന് എം.ടി. വാസുദേവൻ നായർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി അത് നമ്മുടെ എല്ലാം ജീവിതവുമായിട്ട് വളരെയധികം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ്. നമുക്കെല്ലാം ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മുടെ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് എം.ടി. എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓരോ ഗ്രാമീണനും ഓരോ മലയാളിയും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാരണം അതാണ്. അതുകൊണ്ട് സിനിമയുമായിട്ട് അതിന് ബന്ധമുണ്ടെങ്കിൽ പോലും സിനിമയേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം സാഹിത്യത്തിലൂടെ സിനിമയെ നോക്കിക്കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലരെ സംബന്ധിച്ചുണ്ടാവാം. കാരണം പലർക്കും എം.ടി. വാസുദേവൻ നായർ പലതരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. അതാണ് ആർക്കും ഏത് തരത്തിലും നോക്കിക്കാണുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു വിശാല ഹൃദയത്വം എം.ടി. വാസുദേവൻ നായരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ വീക്ഷണം ഇത്തരത്തിലാണ് എന്നുള്ളത് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എം.ടി. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇ.എൻ. നന്ദകുമാർ പറയുന്നുണ്ടല്ലോ, വ്യക്തികളെയും സാഹിത്യകാരനെയും രണ്ടായി കാണണം, വ്യക്തിജീവിതവും സാഹിത്യവും രണ്ടായി കാണണം എന്ന് എം.ടി. പറഞ്ഞു വെക്കുമ്പോൾ, എം.ടി. എന്നുള്ള മനുഷ്യനെ മാത്രം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു പരുക്കനായ മനുഷ്യൻ, ആളുകളോട് അത്ര പെട്ടെന്നൊന്നും സൗഹൃദം സ്ഥാപിക്കാത്ത, ഒരാളെ കണ്ടാൽ അത്ര പെട്ടെന്നൊന്നും ചിരിക്കാൻ കൂട്ടാക്കാത്ത വേണമെങ്കിൽ ഒരാൾക്ക് പറയാം തൻ്റേടിയായ ഒരു എഴുത്തുകാരനെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പരുക്കൻ സ്വഭാവം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകളിലൊന്നും ആ പരുക്കൻ സ്വഭാവമില്ല. സാധാരണക്കാരന് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളും അവിടുത്തെ പുഴകളും അവിടുത്തെ ഓലമേഞ്ഞ വീടുകളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിലുണ്ട്. അവിടുത്തെ പട്ടിണികളുണ്ട്, അവിടുത്തെ സങ്കടങ്ങളുണ്ട്. അപ്പോൾ എം.ടി. എന്നുള്ള സാഹിത്യകാരനെയും മനുഷ്യനെയും നമ്മൾ രണ്ടായി തന്നെ കാണണം എന്നുള്ളതല്ലേ അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്? ശ്രീ നന്ദകുമാർ.
അല്ല, തീർച്ചയായിട്ടും അതാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ ഗ്രാമമാണ്, കൂടല്ലൂരാണ് സ്വാധീനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ കഥകൾക്കെല്ലാം ഒരു കൂടല്ലൂരിൻ്റെ സ്പർശമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കൂടല്ലൂർ താമസിക്കുന്ന ആളുകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് അദ്ദേഹം എഴുതിയത്. അതുകൊണ്ട് ഈ ചിലർക്ക് തോന്നാം MT വാസു നായർ പരുക്കനാണെന്ന് തോന്നാം. എൻ്റെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഒരു അഭിപ്രായം അങ്ങനെയില്ല. കാരണം ഒരുപക്ഷെ സാധാരണ ചിരിക്കാത്ത, എന്നാൽ അപൂർവമായിട്ട് മാത്രം ചിരിക്കുന്ന MT വാസുദേവൻ നായരുണ്ട്. നമ്മൾ വീടുകളിൽ ചില സമയത്ത് പലരും പറയാറുണ്ട്, അദ്ദേഹം നമ്മളെ വേണ്ട രീതിയിൽ സ്വീകരിക്കില്ല എന്ന് പറയുക. പക്ഷേ എന്നെപ്പോലെ സാധാരണക്കാരൻ്റെ അനുഭവം പോലും വീട്ടിൽ ചെല്ലുന്ന സമയത്ത് സ്നേഹപൂർവ്വം വിളിച്ച് അടുത്ത് വിളിച്ച് ഇരുത്തുന്ന ഒരു സ്വഭാവം MT വാസുദേവൻ നായരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത് നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് കൊടുക്കുന്നതാണല്ലോ തിരിച്ചു കിട്ടുക. അത് MT വാസുദേവൻ നായരെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പാലിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അനുഭവം തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തനി ഗ്രാമത്തിൻ്റെ പുത്രനാണ് ശരിക്കും അദ്ദേഹത്തെ ഈ ഗ്രാമത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കൂടല്ലൂർ ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അതുകൊണ്ട് അവിടെയുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് അനുഷ്ഠിച്ചു വന്നതെന്നാണ് എൻ്റെ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന എൻ്റെ നിഗമനം. ഈ വിമർശകർ, എല്ലാ എഴുത്തുകാർക്കും വിമർശകരുണ്ടായിരിക്കുമല്ലോ. ഈ MD യുടെ എഴുത്തിനെ പറ്റി ചില വിമർശനങ്ങൾ കണ്ടത്, അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ ദുഃഖവും സങ്കടവും പ്രയാസങ്ങളും മാത്രമാണ് മുന്തി നിൽക്കുന്നത്. സന്തോഷവും ആഹ്ലാദവും പകരുന്ന നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ വളരെ കുറവാണ്. ചലച്ചിത്രങ്ങളിൽ അതുണ്ടാകാം. ഒരു സിനിമ എന്നുള്ള നിലയിൽ ആ സിനിമയുടെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി അതിൽ സന്തോഷങ്ങളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം, വിരഹങ്ങളുണ്ടാകാം. പക്ഷേ കഥകളിൽ, അദ്ദേഹത്തിൻ്റെ കഥകളെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ദുഃഖഭാവങ്ങൾക്ക്, മനുഷ്യൻ്റെ സങ്കടങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, നൊമ്പരങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിയ കഥകളാണ് അദ്ദേഹം എഴുതി വച്ചത് എന്നുള്ള വിമർശനപരമായ സമീപനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു നന്ദകുമാർ? അല്ല, ആ തരത്തിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. കാരണം MT യുടെ കഥകൾ വായിച്ചിട്ടുള്ള എല്ലാവരും സംബന്ധിച്ചറിയാം, അതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവമാണ് അതിനകത്തുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലുള്ള അവസ്ഥ അത്ര പരമദയനീയമായിരുന്നു. ഒരു കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകൾ അധിവസിച്ചിരുന്ന ഭൂമിയാണ് നമ്മുടെ ഗ്രാമങ്ങൾ. അവിടെ തൊഴിലുണ്ടായിരുന്നില്ല അവർക്ക് പലർക്കും ഒരു നേരത്തെ ആഹാരം കിട്ടാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു ഗ്രാമത്തിൽ, കൂടല്ലൂർ പോലൊരു ഗ്രാമത്തിൽ ജീവിച്ച് വളർന്ന MT വാസുദേവൻ നായർക്ക് അവിടുത്തെ വിശപ്പിൻ്റെ വിളി അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു. ആ വിശപ്പിൻ്റെ വിളി അദ്ദേഹത്തെ പോലൊരാളാണല്ലോ നമ്മളോട് അറിയിക്കേണ്ടത്. ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട അദ്ദേഹമാണല്ലോ. അങ്ങനെ അദ്ദേഹം സ്വാഭാവികമായിട്ട് വിളിച്ചു പറഞ്ഞു. അത് അദ്ദേഹം മാത്രമല്ലോ. ആ തരത്തിൽ ആരോപണം ഒരു പരിധിവരേക്ക് ടോൾസ്റ്റോയുടെ കഥകളെ സംബന്ധിച്ച് നേരത്തെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എണ്ണപ്പെട്ട പല വിഖ്യാതരായിരിക്കുന്ന എഴുത്തുകാരെ സംബന്ധിച്ചും അവരുടെ എല്ലാ രചനകൾക്ക്, ഗ്രാമീണ ഭംഗിയുള്ള രചനകൾക്ക്, അല്ലെങ്കിൽ ജീവൽസ്പർശിയായിരിക്കുന്ന രചനകൾക്ക്, ആ രചനകൾക്കെല്ലാം ഈ തരത്തിലൊരു ദുഃഖകഥകൾ തന്നെയാണ് അവർക്ക് പറയേണ്ടി വരിക. ഈ സന്തോഷത്തിൻ്റെ കഥകൾ പറയുന്നത് പലപ്പോഴും സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിന് വലിയ പ്രായോഗികത ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ കഥകൾ എഴുതുന്നവരെ സംബന്ധിച്ച് ആ കഥകൾക്ക് അതിന് ജീവിതവുമായിട്ട് പ്രത്യേകിച്ച് സ്പർശിക്കുന്ന സമയത്ത് ആളുകളുടെ സാധാരണക്കാരൻ്റെ നൊമ്പരം അത് ഒപ്പിയെടുത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം എഴുത്തുകാരനെ സംബന്ധിച്ചുണ്ട്. ആ ദൗത്യമാണ് വാസ്തവത്തിൽ വാരണാസിയിലടക്കം കൃത്യമായിട്ട് MT വാസുദേവൻ നായർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ തരത്തിൽപ്പെട്ട സാധാരണക്കാരൻ്റെ നൊമ്പരത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ, കണ്ണീരിൻ്റെ അതലിയിക്കുന്ന കഥകൾ അദ്ദേഹം വളരെ ഏറ്റവും സാധാരണ രീതിയിൽ നമുക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട് MT വാസുദേവൻ നായരെ കുറിച്ച് മറ്റൊരു ആക്ഷേപം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്, കാർക്കശ്യക്കാരനായിട്ടുള്ള മനുഷ്യൻ്റെ എഴുത്തിന് കാർക്കശ്യമില്ല എന്നാണ്. കാരണം എഴുത്തിന് കാർക്കശ്യമില്ലപ്പാ. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ MT വാസുദേവൻ നായർ സാധാരണക്കാരനാണ്. സാധാരണക്കാരൻ്റെ ഇടയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഖഭാവത്തിൽ ചിരി വരാതിരിക്കാൻ പോലും കാരണം ആ ജനിച്ചു വളർന്ന ഗ്രാമത്തിൻ്റെ കടുത്ത ദാരിദ്ര്യം, ഈ ദാരിദ്ര്യത്തെ കണ്ടുകൊണ്ടായിരിക്കാം, അവിടെയുള്ള ആളുകളെ ഓർത്തിട്ടായിരിക്കാം അദ്ദേഹത്തിന് ചിരി വരാതിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമവുമായിട്ട് അദ്ദേഹം ഇഴുകിച്ചേരുന്ന സമയത്ത് അത്തരത്തിൽപ്പെട്ട രചനകൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ നിന്ന് വരേണ്ടിയിരുന്നതും വന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു വായനക്കാരെന്ന നിലയ്ക്ക് ഞാൻ അത്തരം രചനകളെ
വളരെ സന്തോഷത്തോടു കൂടിക്കൊണ്ട് അത്തരം കഥകൾ വായിക്കാൻ ഉള്ള സൗഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. നന്ദകുമാർ, അതേപോലെ മറ്റൊരു കാര്യം, MDയുടെ കാലം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഥയുടെ ലോകത്ത് പുതു പ്രതീക്ഷകൾ അല്ലെങ്കിൽ പുതിയ കഥാകാരന്മാരൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ചലച്ചിത്ര ലോകത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചലച്ചിത്ര ലോകവും സാഹിത്യ ലോകവും തമ്മിൽ അഭേദ്യമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം ONV കുറുപ്പ്, അദ്ദേഹം നല്ല കവിയായിരുന്നു, അതേപോലെ തന്നെ സമാനമായ നിലയിൽ അതിമികച്ച ഗാനരചയിതാവുമാണ്. അതേപോലെ തന്നെ MD നല്ല കഥാകാരനാണ്, സമാനമായ നിലയിൽ നല്ല തിരക്കഥാകൃത്തുമാണ്. അത്തരത്തിലുള്ള രണ്ട് മേഖലകളും കൃത്യമായി അടയാളപ്പെടുത്തുന്ന വയലാറാണെങ്കിൽ പോലും കൃത്യമായി നല്ല കവിതകൾ എഴുതുന്ന ആളാണ്. പക്ഷേ വയലാർ ഗംഭീരമായി ചലച്ചിത്ര ഗാനങ്ങളും എഴുതുന്ന ആളാണ്. ശ്രീകുമാരൻ തമ്പിയുടെ കാര്യം, ഇങ്ങനെയുള്ള സാഹിത്യ പ്രതിഭകൾ ചലച്ചിത്ര ലോകത്തിലേക്ക് ഇണങ്ങി നിന്നപ്പോൾ മെച്ചപ്പെട്ട ചലച്ചിത്രങ്ങൾ ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഗാനങ്ങളിൽ പോലും വളരെയധികം അർത്ഥമുള്ള ഗാനങ്ങൾ കാലങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പക്ഷേ MDയെ പോലുള്ള ആളുകൾ മാറുമ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ വിടവ് ചലച്ചിത്ര ലോകത്തിന് അനുഭവപ്പെടുകയല്ലേ ശ്രീ നന്ദകുമാർ? അത് MT ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അത്തരത്തിൽ വിടവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് MTയുടെ കാലത്തിന് ശേഷം എന്നുള്ള വിഷയമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്നിപ്പോൾ സിനിമകളെ സംബന്ധിച്ച് അതൊരു സിനിമയുടെ കുഴപ്പമായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം സിനിമകളെ സംബന്ധിച്ച് ഒരു കഥയിൽ നിന്നാണോ തിരക്കഥ എഴുതുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന പലപ്പോഴും തിരക്കഥകൾ തന്നെയാണ് ആദ്യം തന്നെ എഴുതുന്നത് ഇപ്പോൾ പലരും. ആ തിരക്കഥകളിൽ നിന്നാണ് സിനിമകൾ രൂപം കൊള്ളുന്നത്. ആ സിനിമകൾ സാധാരണ കഥകൾക്കാണ് പലപ്പോഴും കുടുംബ പശ്ചാത്തലങ്ങൾ ഉണ്ടാവുന്നത്. അതിലാണ് പലപ്പോഴും ജീവൻ്റെ ഒരു തുടിപ്പ് പലപ്പോഴും കഥകൾ ഉണ്ടാവുന്നത്. ആ കഥകളിലാണ് അമ്മയുള്ളത്, ആ കഥകളിലാണ് അമ്മൂമ്മയുള്ളത്, ആ കഥകളിലാണ് മുത്തച്ഛനുള്ളത്, ആ കഥകളിലാണ് ഭ്രാന്തൻ വേലായുധൻ ഉണ്ടാവുന്നത്. ഈ തരം കാര്യങ്ങളിലൊന്നും ഒരുപക്ഷെ പുതിയ കഥകൾ വേണം എന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ കഥാകാരന്മാരുടെ എഴുതുന്ന ചെറുകഥകളോ കഥകളോ അത് ആരെങ്കിലും തിരക്കഥകളാക്കുകയോ പുസ്തകമാക്കുകയോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ചലച്ചിത്രമാക്കണമെന്നും നിർബന്ധമില്ല. അപ്പോൾ ചലച്ചിത്രം നിർമ്മിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ചേരുവകൾ ചേർക്കാൻ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണെങ്കിൽ പോലും അല്പം ചില രസക്കൂട്ടുകളെല്ലാം അതിനകത്ത് ചേർത്തുകൊണ്ട് അവർക്ക് ഉപയുക്തമായ രീതിയിൽ അവർ കഥകൾ തിരക്കഥകളാക്കിക്കൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു കഥാകാരൻ്റെ സഹായം ഇല്ലാതെ കൊണ്ട് തന്നെ നേരിട്ട് തിരക്കഥാകൃത്ത് തന്നെ ഇത്തരം ദൗത്യങ്ങൾ നിർവഹിക്കുന്നതായിട്ടാണ് ഇന്നിപ്പോൾ കണ്ടുവരുന്നത്. അതിനെ പൊതുസമൂഹം അംഗീകരിച്ചു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് MT വാസുദേവൻ നായരുടെ കഥകൾ, T പത്മനാഭൻ്റെ കഥകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള M മുകുന്ദൻ്റെ കഥകൾ, ഈ തരത്തിൽപ്പെട്ട കഥകൾക്കെല്ലാം തന്നെ ചലച്ചിത്ര ലോകവുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കവിതകൾ പാട്ടുകൾ എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് ആ പാട്ടുകൾ വയലാർ രാമവർമ്മയുടെ പാട്ടുകൾ, അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾ, അല്ലെങ്കിൽ S രമേശൻ നായരുടെ പാട്ടുകൾ, അവരൊക്കെ കവികളുമായിരുന്നു, ഗാനരചയിതാക്കളുമായിരുന്നു. അതേപോലെ തന്നെ കഥാകൃത്തുക്കളുണ്ടായിരുന്നു, തിരക്കഥാകൃത്തുക്കളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ തിരക്കഥാകൃത്തുക്കളും എഴുത്തുകാരാവണം എന്ന് നിർബന്ധമില്ല. അവർ തിരക്കഥകൾ എഴുതുന്നത്, സംഭാഷണങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് എല്ലാം തന്നെ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ചേരുവകൾ ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ആ ചേരുവകളിൽ കഥകൾ ഉൾപ്പെടണം എന്ന് നിർബന്ധമില്ല. ഉൾപ്പെടാത്ത കഥകളെ കുറിച്ചിട്ട് നമ്മൾ വേവലാതിപ്പെടുന്നതിന് അർത്ഥമില്ല. കഥകളുടേതായിട്ടുള്ള ഒരു പുതിയ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് അത് പൊതുസമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെ ചിട്ടപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായ കാര്യത്തെ സംബന്ധിച്ച്. നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ അധികം വൈകാതെ ചർച്ചയിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരോട് ചോദിക്കേണ്ട ചോദ്യമാണെങ്കിൽ പോലും നന്ദകുമാർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വടക്കൻ കഥകളിൽ അടക്കം മലയാളികൾ ചിരപരിചിതമായി വിശ്വസിച്ചിരുന്ന പല കഥകളെയും അദ്ദേഹം തിരുത്തി കുറിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് വടക്കൻ വീരഗാഥ. ചതിയൻ ചന്തു എന്നുള്ള തരത്തിൽ മലയാളികൾ പാടി പഠിച്ച, അല്ലെങ്കിൽ മലയാളികൾ കേട്ടുപഠിച്ച, വായ്മൊഴിയായി പഠിച്ച കഥ അങ്ങനെയല്ല എന്ന് കൃത്യമായി മലയാളത്തിൽ അടയാളപ്പെടുത്താൻ, സാധാരണക്കാരിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ ആ സിനിമ കൊണ്ട് കഴിഞ്ഞു. അതിനുള്ള ചങ്കൂറ്റം ഉള്ള എഴുത്തുകാർ മലയാളത്തിൽ വളരെ കുറവല്ലേ? നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. ശ്രീ N നന്ദകുമാർ, നമ്മൾ പറഞ്ഞത് ചിരപരിചിതമായി കേട്ടുപഠിച്ച കഥകൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അത് തിരുത്തി ചലച്ചിത്രമായി അവതരിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള എഴുത്തുകാർ
വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. എം ഡിയുടെ കാര്യത്തിൽ അദ്ദേഹം അക്കാര്യത്തിൽ കൃത്യതയോടെ അത് വരച്ചു വെക്കുകയല്ലേ ഇത്തരം സിനിമകളിലൂടെ? നന്ദകുമാർ. അല്ല, അത് തീർച്ചയായിട്ടും അതങ്ങനെയാണ്. അത് നമ്മൾ MT അത് എഴുതി കഴിഞ്ഞ സമയത്ത്, വടക്കൻ വീരഗാഥ കണ്ട സമയത്ത്, അദ്ദേഹത്തിൻ്റെ തിരക്കഥ വായിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു അരോചകത്വവും അതിനകത്ത് ഫീൽ ചെയ്യാറില്ല. കാരണം സാധാരണ കേട്ട് തഴമ്പിച്ച് വടക്കൻ ചരിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചന്തുവിനെ ചതിയനല്ലാത്ത ചന്തുവായിട്ട് MT വാസുദേവൻ മാറ്റുന്ന സമയത്ത് നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ട്. കാരണം യഥാർത്ഥ ചിത്രം എന്നാണെങ്കിൽ പോലും ഒരു കഥാകാരൻ്റെ ബോധതലത്തിൽ നിന്നുകൊണ്ട് ഉപയുക്തമായ രീതിയിൽ കഥയെ ചില മാറ്റം മറിച്ചിലുകൾ വരുത്തിക്കൊണ്ട് എഴുതുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം പരിപൂർണമായിട്ട് വിനിയോഗിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത് ആ തരത്തിൽ വിനിയോഗിക്കൽ എല്ലാവരും ചെയ്യുന്ന സമയത്ത് ഒരേപോലെ ആവണം നിർബന്ധമില്ല. ചിലർ ചെയ്യുന്ന സമയത്ത് അത് അശ്ലീലമാവും, ചിലർ ചെയ്യുന്ന സമയത്ത് ശ്ലീലമാകും. അത് MT വാസുദേവൻ നായർ ചെയ്യുന്ന സമയത്ത്, കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളില്ല എന്നുള്ളതാണ്. ദുഷ്ടലക്ഷ്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിർമാല്യം എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന് ഇറങ്ങിയിരുന്നു. ആ നിർമാല്യത്തിനകത്ത് വിഗ്രഹത്തിൻ്റെ മേലേക്ക് കാർപ്പിച്ച് തുപ്പുന്ന വെളിച്ചപ്പാടിൻ്റെ കഥയുണ്ട്. ആ വെളിച്ചപ്പാടിൻ്റെ കഥാത്തരത്തിൽ MT വാസുദേവൻ നായർ തിരുത്തിക്കുറിച്ചുകൊണ്ട് എഴുതുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ്റെ ലക്ഷ്യം സാമൂഹ്യ പരിവർത്തനമായിരുന്നു ലക്ഷ്യം. അന്ന് അക്കാലത്തുണ്ടായിരുന്ന കേരളത്തിലെ വെളിച്ചപ്പാടുകളുടെ കുടുംബ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരു 3-4 മാസക്കാലത്തോളം വെളിച്ചപ്പാട് എന്നതിലേക്ക് ദൈവത്തിന് തുല്യനായിക്കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് അവിടെ നിന്ന് വലിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി. ഈ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നവർക്ക് കിട്ടുന്ന സാമ്പത്തികമായുള്ള വരുമാനത്തിൻ്റെ കണക്കുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നാമമാത്രമായുള്ള വരുമാനമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. അതിനുശേഷമുള്ള 8 മാസക്കാലം കൊടിയ ദാരിദ്ര്യത്തിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന വെളിച്ചപ്പാടന്മാർ കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്നു. ആ ഭിക്ഷയെടുത്ത് തൻ്റെ കൂടല്ലൂർ ഗ്രാമത്തിലെത്തിയിരിക്കുന്ന വെളിച്ചപ്പാടിൻ്റെ കഥയാണ് അവിടെ നിർമ്മാല്യത്തിലൂടെ MT വാസുദേവൻ നായർ നമ്മളോട് പറയുന്നത്. അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് വെളിച്ചപ്പാടുമാരുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് വെളിച്ചപ്പാട് വിഗ്രഹത്തെ കാർപ്പിച്ച് തുപ്പിയത് ബോധപൂർവമായിട്ട് എഴുത്തുകാരൻ സൃഷ്ടിച്ച എഴുത്തുകാരൻ്റെ ഒരു വിക്രിയയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പലപ്പോഴും കഥയറിയാതെ കണ്ട് ആട്ടം കാണുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. മറ്റൊന്നുള്ളത്, MT വാസുദേവൻ നായരെ പോലെ എഴുത്തുകാർ ഇത്തരത്തിൽ എഴുതിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള സാമൂഹ്യ പരിവർത്തനം ആലോചിക്കേണ്ടതാണത്. ആ കാലത്ത് നിർമാല്യത്തിൽ സംഭവിക്കുന്ന വെളിച്ചപ്പാടിൻ്റെ ഭാര്യയ്ക്ക് സംഭവിക്കുന്ന ദുര്യോഗത്തെ സംബന്ധിച്ച് യഥാവിധി കൃത്യമായ രീതിയിൽ അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എത്ര വേദനാജനകമായിട്ടുള്ള സംഭവമാണത്. അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന സംഭവമാണത്. കേരളത്തിൽ അക്കാലത്ത് സംഭവിച്ചിരുന്ന നിരവധി സംഭവ വികാസങ്ങളെ ഈ തരത്തിൽ വേദനയോടുകൂടിക്കൊണ്ട് കണ്ണീരിൽ ചാലിച്ചുകൊണ്ട് അദ്ദേഹം MT വാസുദേവൻ നായർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത്തരത്തിൽ കൃത്യമായി രേഖപ്പെടുത്താൻ MTക്ക് ചലച്ചിത്രങ്ങളിലൂടെ സാധിച്ചു. അത് മലയാളി നന്നായി നെഞ്ചേറ്റുകയും വൻ ഹിറ്റുകളാകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രചനകളെ മാറ്റി നിർത്തിയില്ല. MDയുടെ തിരക്കഥയാണെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്ന് തന്നെ ഉള്ള വ്യാഖ്യാനങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരുന്നത്. ശ്രീ ലത്തീഫ് പറമ്പിൽ കൂടി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ലത്തീഫ് പറമ്പിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്, അതേപോലെ തന്നെ MDയുടെ സന്തത സഹചാരി കൂടിയായിരുന്നു. MDയുടെ എല്ലാ സ്വഭാവങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സ്വാഗതം ശ്രീ ലത്തീഫ് പറമ്പിൽ. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാരം കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ ആകുന്നതേ ഉള്ളൂ. MD ഇല്ലാത്ത ഒരു കാലത്തേക്ക് ഇനി നമ്മൾ കടന്നു പോകേണ്ടി വരും. MDയുടെ വിയോഗം വ്യക്തിപരമായി അങ്ങേക്ക് വളരെയധികം സങ്കടങ്ങൾ ആണ് നൽകുന്നത് എന്നറിയാം. MD എന്നുള്ള വ്യക്തിയെ ദൂരെ നിന്ന് കാണുന്നവർ വളരെ ധിക്കാരി, ആരോടും അധികം ചിരിക്കാത്ത വ്യക്തിത്വം തുടങ്ങിയ വിശേഷണങ്ങളാണ് പൊതുവെ നമ്മൾ കാണുന്നത്. MDയുടെ കൂടെ നടന്ന ഒരാളെന്നുള്ള നിലയിൽ MD ഇല്ലാത്ത ഒരു നാളെ മുതൽ MD ഇല്ല, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ MD ഇല്ല, എങ്ങനെ കാണുന്നു ശ്രീ ലത്തീഫ് പറമ്പിൽ? തീർച്ചയായും എന്നെപ്പോലുള്ള ആളുകൾക്ക് MTയുടെ വിയോഗം
മലയാളികൾക്ക് മൊത്തം എന്ന് തന്നെ പറയാം. അതൊരു ശൂന്യതയാണ്. നേരത്തെ മോഹൻലാൽ വളരെ പുലർച്ചയ്ക്ക് തന്നെ ആ വീട്ടിലെത്തിയിട്ട് പറഞ്ഞതും മമ്മൂട്ടി പറഞ്ഞതും അതൊക്കെ തന്നെയാണ്, ശൂന്യതയാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ശൂന്യത ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എം ടി പ്രധാനമായും 4 സ്ഥലങ്ങളിലാണ് എം ടിയുടെ വ്യക്തിത്വം മലയാളി മനസ്സിലാക്കിയത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ സാഹിത്യം, മറ്റൊന്ന് പത്രപ്രവർത്തകൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പത്രാധിപർ എന്നുള്ള ആ വലിയ പത്രാധിപർ എന്ന ആ വലുപ്പം, മറ്റൊന്ന് തുഞ്ചൻ പറമ്പിനെ പോലെയൊരു സാഹിത്യ സങ്കേതത്തെ വളരെ ഉന്നതങ്ങളിലേക്ക് നയിച്ചൊരു വ്യക്തി. ഇതിനൊക്കെ പുറമെ മലയാള സിനിമയെ അതിൻ്റെ ഭാവുകത്വത്തെ മാറ്റിമറിച്ച ഒരു എം ടി. ഇങ്ങനെ 4 മേഖലകളിൽ ആണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. തീർച്ചയായിട്ടും അത് മലയാള സാഹിത്യത്തിന് മാത്രമല്ല, സാഹിത്യ പത്രപ്രവർത്തനത്തിന്, സിനിമയ്ക്ക് എല്ലാം ഒരു തീരാനഷ്ടം തന്നെയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ തികച്ചും മലയാളി ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ലത്തീഫിലേക്ക് വീണ്ടും വരാം. നമുക്കൊപ്പം നടൻ ശ്രീ കൃഷ്ണപ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഭാഗ്യവാനാണ്. കാരണം എം ഡിയുടെ വളരെ പ്രധാനപ്പെട്ട 4 കെട്ട് എന്ന് പറയുന്ന നോവൽ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടേതടക്കമുള്ള പുരസ്കാരങ്ങൾ നേടിയ കൃതിയാണ് 4 കെട്ട്. 4 കെട്ട് സിനിമയാകുമെന്ന് പലരും വിചാരിച്ചിരുന്നു. പലരും എം ഡിയോട് അങ്ങോട്ട് തന്നെ അഭ്യർത്ഥിച്ചിരുന്നു. അതിലൊരു വേഷം തനിക്ക് ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ എം ഡിയോട് തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ 4 കെട്ട് സിനിമയായില്ല, 4 കെട്ട് ടെലിഫിലിമായിട്ടാണ് വന്നത്. അത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. എം ഡിയുടെ കഥയായതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടു. അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾക്കൊന്നും ആയിരുന്നില്ല അതിലെ പ്രധാന വേഷം. ഇന്ന് നമുക്കൊപ്പം ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ശ്രീ കൃഷ്ണപ്രസാദിന് അതിനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അദ്ദേഹം ആ ഒരൊറ്റ ഹ്രസ്വചിത്രം മതി, അല്ലെങ്കിൽ ആ ടെലിഫിലിം മാത്രം മതി കൃഷ്ണപ്രസാദിന് ഞാൻ നടനാണ് എന്ന് രേഖപ്പെടുത്താൻ ഉള്ള ആ ഒരൊറ്റ ഫ്രെയിം മതിയാകും. ശ്രീകൃഷ്ണപ്രസാദ്, എം ഡിയുടെ 4 കെട്ട്, എം ഡിയുടെ 4 കെട്ടിലേക്കുള്ള അങ്ങയുടെ വരവ്, അത് ഈ പ്രേക്ഷകരോടൊന്ന് പങ്കുവച്ചാൽ ഏറെ നന്നാവും. കൃഷ്ണപ്രസാദ്. ഹലോ, കേൾക്കാം. എന്റെ ആദ്യത്തെ കൂടിക്കാഴ്ച പെരുന്തച്ചൻ എന്ന സിനിമയിൽ അജയൻ സംവിധാനം ചെയ്ത പടത്തില് തച്ചന്റെ മകന്റെ വേഷത്തിലേക്കാണ് ആദ്യം അദ്ദേഹം എന്നെ വിളിച്ചത്. അതിലവിടെ ഞാൻ ചെല്ലുമ്പോൾ എന്റെ ഫിസിക്കലി ഞാൻ അത്ര അതിനകത്തല്ലായിരുന്നു. അങ്ങനെ ഞാനത് ചെയ്യാൻ പറ്റാതെ പോയി. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വേനൽക്കിനാവുകൾ എന്ന സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അത് സംവിധാനം ചെയ്തത് സേതുമാധവ് സാറാണ്. അപ്പൊ അതിലെ 3 പ്രധാനപ്പെട്ട വേഷത്തിലൊന്ന് എനിക്ക് അദ്ദേഹം ഉടൻ തന്നെ, കാരണം ഈ പെരുന്തച്ചൻ കഴിഞ്ഞ ഉടൻ തന്നെയാണ് അത് ചെയ്തത്. അത് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 4 വർഷത്തിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ 4 കെട്ട് ഷൂട്ടിംഗ് നടക്കുന്നത്. അന്നത്തെ ഷൂട്ടിംഗ് നടക്കുന്നൊന്നും നമുക്ക് പെട്ടെന്ന് അറിയേണ്ട ഒരു സാഹചര്യം. കാരണം ഇതൊരു 97 കാലഘട്ടമാണ് 4 കെട്ടിന്റെ ഷൂട്ടിങ്ങിന്റെ സമയം. ആ സമയത്ത് പെട്ടെന്നാണ് എന്നെ വിളിക്കുന്നത്, ഇതുപോലെ പെട്ടെന്ന് പട്ടാമ്പിയില് എത്തണം എന്നുള്ളത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഷൂട്ടിംഗ് ആരംഭിച്ചു. പക്ഷെ ശരിക്കും അതിലെ അപുണ്യായിട്ട് അഭിനയിക്കാൻ അവര് തീരുമാനിച്ചിരുന്നത് വിനീതിനെ. വിനീത് അന്ന് ശങ്കർ തമിഴിൽ ചെയ്യുന്ന ഒരു വലിയ ഒരു ചിത്രത്തിൽ കുടുങ്ങിപ്പോയിട്ട് വിനീതിന് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് എനിക്ക് ആ ഭാഗ്യം. അങ്ങനെ എം ഡിയുടെ ആ എന്താ പറയാ ആത്മകഥാംശമുള്ള ആ കഥാപാത്രത്തെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം അങ്ങനെയാണ് എനിക്കുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് മാത്രമല്ല അതിൽ ചെയ്തത്, അദ്ദേഹത്തിന്റെ സംവിധാനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏത് സമയം ഏതാണ്ട് 1 മാസത്തോളം ഞങ്ങള് ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ അഭിനയിക്കുവാനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ ഒരു ചെറുപ്പം കൊണ്ടാവാം അത്ര വലിയൊരു പ്രാധാന്യം അതിനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ വന്നപ്പോഴാണ് കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും പലരും
സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇന്ത്യയുടെ നാഗരികത്തിലെ അപ്പുണ്ണി ആരാണ് എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ് അന്നത്തെ ചെറുപ്പക്കാർ. അന്ന് അപ്പുണ്ണി ഞാനാണ് എന്ന് സ്വയം പറഞ്ഞ് അദ്ദേഹത്തിന് കത്തെഴുതിയ നിരവധി ആൾക്കാരുണ്ട്. അത് പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ അപ്പുണ്ണിക്ക് ഒരു ഭാവം കൊടുക്കുവാൻ എന്നെപ്പോലെ ഒരാളെ അദ്ദേഹം സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ അത് എന്റെ ജീവിതത്തിൽ എന്താ പറയാ, എം ഡിയുടെ അപ്പുണ്ണി എന്നുള്ള ഒരു കഥാപാത്രത്തിന് ഞാൻ എന്താ എനിക്ക് ഒരു സംസ്ഥാന അവാർഡിന്, ഒരു ദേശീയ അവാർഡിന് സമാനമായ നിലയിൽ ഞങ്ങൾ രേഖപ്പെടുത്തും. ഒരു ദേശീയ അവാർഡ് അല്ലെങ്കിൽ ഒരു സംസ്ഥാന അവാർഡിന് സമാനമായ നിലയിൽ ആ കഥാപാത്രത്തെ കാണാം. അതിനപ്പുറമായിരിക്കാം തീർച്ചയായും. അപ്പോൾ അദ്ദേഹം ഈ വേനൽക്കിനാവുകൾ എന്നുള്ള സിനിമ അല്ലെങ്കിൽ പെരുന്തച്ഛൻ എന്നുള്ള സിനിമയിൽ അവസരം ലഭിക്കാതെ വന്നതുകൊണ്ട് ഈ നാലുകെട്ടിലേക്ക് എത്തുന്നു. എം ഡി സംവിധായകൻ എന്നുള്ള നിലയിൽ ശ്രീ കൃഷ്ണപ്രസാദ് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും തലപ്പൊക്കമുള്ള എഴുത്തുകാരൻ, കഥാകാരൻ എന്നുള്ള നിലയിലാണ് എം ഡിയെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ഒരു നടൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ സംവിധാന സ്വഭാവത്തെ വിലയിരുത്തുന്നത് കൃഷ്ണപ്രസാദ്? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സീൻ ഉണ്ടെങ്കിൽ ആർക്കും അത് ഉൾക്കൊണ്ട് സംവിധാനം ചെയ്യാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിന്റെ സീൻ എഴുതിയിരിക്കുന്നതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കാണും. അതിലൊക്കെ ഉണ്ടാവണം എന്നുള്ളതിന്റെ എല്ലാ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ അദ്ദേഹം മൊത്തം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലുണ്ടാകും. എന്റെ ഒരു ചെറിയൊരു ഭാഗ്യം കൂടെ പറയാം. വേനൽക്കിനാവുകളുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ആദ്യം എന്റെ സീൻസ് ഒക്കെ മദ്രാസിലാണ്. അപ്പൊ ആദ്യം ഞാൻ ചെല്ലുമ്പോൾ അവിടെ അസോസിയേറ്റ് വളരെ തിരക്കിലാണ്. അപ്പൊ അദ്ദേഹത്തിന് സമയം കിട്ടാതെ വന്നപ്പോൾ ഈ കോപ്പി എടുക്കുന്നത് അന്നൊക്കെ എഴുതി കോപ്പി എടുക്കാം. അപ്പൊ അതിനിരിക്കുന്ന ആൾക്ക് ഇദ്ദേഹം അസോസിയേറ്റിന് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ചുമ്മാതെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ആ എഴുത്ത് വായിച്ചെടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ എഴുത്ത് അങ്ങനെ എല്ലാവർക്കും വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്ത് ആ ഒരു രീതിയിലാണ്. അപ്പൊ അങ്ങനെ എനിക്കത് എഴുതി വായിച്ചെടുക്കാൻ സാധിച്ചത് കൊണ്ട് എനിക്ക് ആ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് കോപ്പി എടുക്കുവാൻ, ഈ പറഞ്ഞ അസിസ്റ്റന്റിന് കോപ്പി എടുക്കുവാൻ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ആ വേനൽക്കിനാവുകളിൽ എന്താ പറയുക, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്യുന്ന ജോലികൾ പോലും എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു സ്ക്രിപ്റ്റിൽ എന്തൊക്കെ അദ്ദേഹം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പടം ചെയ്തവർക്കറിയാം. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സുഖിതനായിട്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയുക, നമ്മളെ കൺഗ്രാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ മന്ദസ്മിതം, ഒരു കോടിയ അദ്ദേഹത്തിന്റെ ആ ചുണ്ടിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ നമുക്ക് തരുന്ന ഒരു അവാർഡ്. അത് കിട്ടുക എന്ന് പറയുന്നത് ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഷോട്ട് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവത്തിൽ ഒന്ന് തലയാട്ടും. ആ തലയാട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ അതിനിയും നഷ്ടമാകുന്നു. എനിക്കല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അത് നഷ്ടമാകുന്നു എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വേദന. അതെ, ശ്രീ ലത്തീഫ് പറമ്പിലാണ് അത്തരം കാര്യങ്ങൾ കൂടുതൽ പറയാൻ കഴിയുന്നത്. എം ഡിയുടെ സന്തത സഹചാരിയായിരുന്നു ശ്രീ ലത്തീഫ് പറമ്പിൽ. ഇവിടെ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറു പുഞ്ചിരി മതി, അവിടെ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. എം ഡിയുടെ പൊതുവായ സ്വഭാവ രീതി അങ്ങനെ ആയിരുന്നോ? എം ഡി എന്തെങ്കിലും മനസ്സ് തുറക്കാറുണ്ടായിരുന്നോ? തൻ്റെ സിനിമകളെപ്പറ്റി, തൻ്റെ കഥകളെപ്പറ്റി ഒക്കെ അദ്ദേഹം ലത്തീഫുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നോ? അത്തരം കാര്യങ്ങൾ കൂടി. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മലയാളം വാരികയിൽ വാരാണസി എന്ന എം ടിയുടെ അവസാനത്തെ നോവൽ പ്രസിദ്ധീകരിച്ചു വരുന്ന സമയം. അതിൻ്റെ അന്നത്തെ പത്രാധിപർ എസ് ജയേന്ദ്രൻ നായർ, ഞങ്ങൾ ആദരപൂർവ്വം എസ് ജെ എന്ന് വിളിക്കും, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ഒരു ലക്കം എം ടിയുടെ വാരാണസി നോവൽ തുടങ്ങുന്ന ലക്കാണ്, അതിലേക്ക് എം ടിയുടെ ഒരു ഇൻ്റർവ്യൂ വേണം എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഞാൻ ഒന്ന് ഭയന്നു.
കാരണം ഉള്ളിൽ വലിയ ആഗ്രഹമാണ്, MTA ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. പക്ഷേ എനിക്കതിന് പറ്റുമോ? കാരണം അതേവരെ MTA ഇൻ്റർവ്യൂ ചെയ്ത പല ആളുകളും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് വേർത്ത് കുളിച്ച് ഒന്നും പറയാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ഒരു അനുഭവം ശ്രീ പ്രതാപൻ തായാട്ട് ഒരു ലേഖനത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിലുണ്ട്. പക്ഷേ കൈവന്ന അവസരം ഒരു വലിയ അവസരമാണ്. ഏതായാലും ഞാൻ SJയോട് പറഞ്ഞു, ശരി, ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങനെ ഒരു ധൈര്യത്തിന് ഏറ്റെടുത്തു. അങ്ങനെ MTA ഇൻ്റർവ്യൂ ചെയ്തു. ഏകദേശം 3 മണിക്കൂറോളം ആ ഇൻ്റർവ്യൂ നീണ്ടു നിന്നിരുന്നു. പക്ഷേ ഞാൻ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനോട് സംസാരിക്കുന്ന അത്രയ്ക്ക് ഒരു സ്നേഹവാത്സല്യവും കരുതലും എന്നിൽ ചൊരിഞ്ഞ ഒരു സംഭാഷണമായിരുന്നു അത്. ആ 3 മണിക്കൂർ എന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കവർ ഇൻ്റർവ്യൂവായി പ്രസിദ്ധീകരിച്ചു വന്നപ്പം കാരശ്ശേരി മാഷ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എങ്ങനെ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇൻ്റർവ്യൂ എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു. കാരണം അന്ന് MTA കുറച്ച് നിശബ്ദമായിട്ടിരിക്കുന്നൊരു സമയമായിരുന്നു. ആ ഇൻ്റർവ്യൂ ഒരു വലിയ ബ്രേക്ക്, എൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ ബ്രേക്കായി മാറിയ ഇൻ്റർവ്യൂ ആണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫറെ കൂടെ കൊണ്ടുപോയിരുന്നു, അപ്സര ഉദയൻ എന്ന് പറഞ്ഞിട്ടൊരാളെ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന പോലെയൊക്കെ എല്ലാ പോസുകളിലും 10ഓ 50ഓ ഫോട്ടോ എടുത്തത് ഇന്നും ഞാനത് ഫോട്ടോകൾ സൂക്ഷിക്കുന്നുണ്ട്. മലയാളം വാരികയിൽ അച്ചടിച്ചു വന്ന ഫോട്ടോകളാണത്. അപ്പോൾ ഈ MTയെക്കുറിച്ചാണോ എല്ലാവരും ധാർഷ്ട്യക്കാരനാണ്, ചിരിക്കാത്ത ആളാണ് എന്നൊക്കെ പറയുന്നത് എന്ന് ഞാൻ അന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരു 40 വർഷം മുമ്പ് എനിക്ക് മാതൃഭൂമിയിൽ നിന്നും അന്നത്തെ പത്രാധിപരായിരുന്ന MT അയച്ചൊരു കത്തിനെ കുറിച്ചുകൂടി പറയാതെ വയ്യ. അന്ന് നിരന്തരം കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ ആഴ്ചപ്പതിപ്പിന് അയച്ചുകൊണ്ടിരിക്കും. ഒന്നും പ്രസിദ്ധീകരിച്ചു വരാതെ നിരാശനായി കഴിയുന്ന സമയത്ത് അതിൻ്റെ പത്രാധിപർക്ക് ഒരു കത്തെഴുതിയതാണ്. പക്ഷേ ഒരു വലിയ പത്രസ്ഥാപനത്തിൽ ഇതുപോലെ 100 കത്തുകൾ വരുന്നുണ്ടാവുമെന്നും അതിൻ്റെയൊക്കെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ ഒരു കത്തെഴുതിയത്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ഹലോ, കേൾക്കാവോ? കേൾക്കാം ലത്തീഫ്, കേൾക്കാം, തുടരാം. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തപാൽക്കാരൻ വീട്ടിൽ ആ കത്ത് കൊണ്ടു തരികയായിരുന്നു. ആ കത്ത് വായിച്ചപ്പോൾ അന്ന് സത്യത്തിൽ ലോകം കീഴടക്കിയ പ്രതീതിയായിരുന്നു. അങ്ങനെ ഒരു കത്ത് കിട്ടിയ ഒരു പത്രാധിപരുടെ മുന്നിലാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് എന്നുള്ള ആ ഭയം ഒട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ് MTയുടെ ആയിട്ടുള്ള ആ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും അതേപോലെ തന്നെ പലരും MTയെക്കുറിച്ച് പറയാറുണ്ടല്ലോ. അതെ, നമ്മൾക്ക് അത്തരം നിരവധി മുഹൂർത്തങ്ങൾ പലർക്കും പറയാനുണ്ടാകും. ശ്രീ PP ശ്രീധരനുണ്ണി കൂടി ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. അദ്ദേഹം കവിയാണ്. ഇന്ന് MDയുടെ വീട്ടിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോയ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് ശ്രീ PP ശ്രീധരനുണ്ണി. കോഴിക്കോട് നിവാസിയാണ് അദ്ദേഹം. കോഴിക്കോടിന് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, വിശ്വത്തിന് അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ മലയാളത്തെ സാക്ഷ്യപ്പെടുത്തിയ കഥയുടെ പെരുന്തച്ഛൻ ഇന്ന് നമ്മളെ വിട്ടു പോയിരിക്കുന്നു. ഇന്നലെ രാത്രിയിലായിരുന്നു മരണം. ഇന്ന് സമ്പൂർണ്ണമായി അദ്ദേഹം സമ്പൂർണ്ണമായും നമ്മളിൽ നിന്നും അകന്നിരിക്കുന്നു. ശ്രീ PP ശ്രീധരനുണ്ണി, MDയുടെ കഥകൾ വായിച്ചാൽ അതിലൊക്കെ കവിതയുടെ അംശങ്ങൾ കാണാം. ആ വാക്കുകൾ നമ്മൾ മുറിച്ചെഴുതിയാൽ അതൊരു പക്ഷേ കവിതയായി പോലും സാധാരണ വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. MDയുടെ കഥകളിലൊക്കെ കവിത തുളുമ്പി നിന്നിരുന്നു. ഒരുപക്ഷെ അക്കിത്തത്തിനൊപ്പം പഠിച്ച ഒരാൾ എന്നുള്ള നിലയിൽ, അക്കിത്തത്തെ ഇത്രയധികം സ്നേഹിച്ച, അല്ലെങ്കിൽ എനിക്ക് കവിത എഴുതാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞ കഥാകാരനാണ് MD വാസുദേവൻ നായർ. MDയുടെ സാഹിത്യ ലോകത്തു നിന്നുള്ള ഈ വിടവാങ്ങൽ എങ്ങനെ അടയാളപ്പെടുത്താം ശ്രീ PP ശ്രീധരനുണ്ണി? നമുക്ക് ശ്രീധരനുണ്ണിയിലേക്ക് തിരികെ എത്താം.
നമുക്ക് EN നന്ദകുമാറിന് കുറേ സമയം സംസാരിക്കാൻ കിട്ടിയത് കൊണ്ടാണ് നന്ദകുമാറിലേക്ക് വീണ്ടും വരാം. ശ്രീ കൃഷ്ണപ്രസാദ്, മോഹൻലാൽ ഏറ്റവും അവസാനം ഈ ഓളവും തീരവും എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയതിൻ്റെ ആ സന്തോഷം ഇന്ന് MDയെ ആ വീട്ടിൽ വന്ന് കണ്ടിറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറയുന്നു, MDയുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായി. അത് വലിയ നടന്മാർ മുതൽ താഴേക്കിടയിലുള്ള ചെറിയ അല്ലെങ്കിൽ സാധാരണക്കാരായ അല്ലെങ്കിൽ സീരിയലുകളിൽ മാത്രം മുഖം കാണിക്കുന്നവരുടെ പോലും ആഗ്രഹം, ഒരു ദേശീയ അവാർഡ് കിട്ടുന്നത് പോലെയുള്ള ഒരു ആഗ്രഹമാണ് MDയുടെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്നുള്ളത്. അത് MDയുടെ തലപ്പൊക്കം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരക്കഥാകൃത്തുക്കൾ മലയാള ചലച്ചിത്ര ലോകത്ത് കുറഞ്ഞു വരികയാണ്. ഉണ്ട്, നമ്മൾ സമ്പൂർണ്ണമായി ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ MDയെ പോലുള്ളവരുടെ എണ്ണം കുറയുന്നു. അങ്ങനെ വരുമ്പോൾ മലയാള സിനിമയ്ക്ക് അതൊക്കെ താങ്ങാൻ കഴിയുന്നതാണോ ശ്രീ കൃഷ്ണപ്രസാദ്? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മുടെ അനുഭവത്തിലും. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാം. തുടരാം. ഹലോ, തുടരാം. കേൾക്കാം കൃഷ്ണപ്രസാദ്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ അതെ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ അവസ്ഥ. കാരണം അദ്ദേഹം ഈ പറഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് മലയാളിയുടെ ഒരു അഹങ്കാരം. ഇപ്പോൾ അവസാനമായിട്ട് ഇറങ്ങിയ MD സാറിന്റെ ചില ചിത്രങ്ങളുടെ ഒരു 8 ചിത്രങ്ങളെ കൂടിച്ചേർന്നതിന്റെ ഒരു പടമായിരുന്നു ഓളവും തീരും. അത് പ്രിയദർശനാണ് ചെയ്തത്. മോഹൻലാലാണ് അതിലെ നായകവേഷം. ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, കാലത്തിനനുസൃതമായിട്ട് മാറ്റത്തോടു കൂടി അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന എല്ലാവരും ഈ തലമുറയിലുള്ളവർ പോലും അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ചിത്രമായിരുന്നു. അപ്പൊ ഈ പടങ്ങൾ നമ്മളിലേക്ക് സന്നിവേശം ചെയ്യുമ്പോഴാണ് ഒരു നടനാവട്ടെ ഒരു സംവിധായകനാവട്ടെ അവർ കൂടുതൽ മൂല്യമുള്ളവരായി മാറും. പ്രിയദർശൻ ഏതാണ്ട് എന്റെ ഒരു അറിവനുസരിച്ച് ഏതാണ്ട് 100 അടുത്ത ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു മോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു MDയുടെ ഒരു തിരക്കഥയിൽ സംവിധാനം ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന് ആ പഴയ പടത്തിന്റെ ഒരു റീമേക്ക് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് അത്ര വലിയ പ്രഗത്ഭനായ ഒരു ഡയറക്ടർക്ക് അതിനേക്കാൾ പ്രഗത്ഭനായ ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു തിരക്കഥയിൽ സംവിധാനം ചെയ്യണമെന്നുള്ളൊരു മോഹമാണ്. ഇന്നിപ്പോ ഇതിനു മുമ്പ് ഇവിടെ നന്ദേട്ടൻ പറയുന്ന ഒരു വാക്കുകൾ, ശരിക്കും നിർമ്മാല്യം എന്ന ചിത്രം ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള രീതിയിൽ അത് ചിത്രീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ആശങ്കകൾ ഉണ്ടാവാം. കാരണം ഇന്ന് ലക്ഷ്യങ്ങളും ചില അജണ്ടകളും ഒക്കെ ചിത്രീകരണങ്ങളിലും അല്ലാതെ കഥാ സന്ദർഭങ്ങളും തിരക്കഥകളിലും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കാലഘട്ടം. അതെ, ഇന്ന് സിനിമകൾ നമുക്ക് കൃഷ്ണപ്രസാദ് തിരികെ എത്താം. നമുക്ക് EN നന്ദകുമാറിലേക്കൊന്ന് പോയി വരാം. ശ്രീ നന്ദകുമാർ, ഇവിടെ കൃഷ്ണപ്രസാദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ സിനിമകൾക്കൊക്കെ ഓരോ അജണ്ടയുണ്ട്. അതൊക്കെ ചില ഇസങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചലച്ചിത്ര രൂപീകരണമൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ MDയുടെ കാലത്ത് അത്തരം ഇസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക അജണ്ടകളോ ഒന്നുമില്ല. സമൂഹം എന്താണോ സാക്ഷ്യപ്പെടുത്തുന്നത്, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അത് കൃത്യമായി രേഖപ്പെടുത്തി ചലച്ചിത്ര രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതൊക്കെ അന്നത്തെ ജനത ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് വലിയ പ്രതിഷേധങ്ങളൊന്നും ഉയർന്നിരുന്നുമില്ല. അപ്പോൾ MD വരച്ചു വച്ച ഫ്രെയിമുകൾ അവിടെ മലയാളി കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ട് അതൊക്കെ സൂപ്പർ ഹിറ്റുകളാക്കി എടുത്തതിൻ്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷേ ഇന്നത്തെ സിനിമാ ലോകത്ത് ആ ഫ്രെയിം ചേരുന്നുമില്ല. അപ്പോൾ സിനിമയിൽ MD തുടങ്ങി വച്ച ആ ഫ്രെയിം ഇന്നത്തെ സിനിമകളിൽ അത് ഇണങ്ങുന്നില്ല. അങ്ങനെ വേണോ പറയാൻ ശ്രീ നന്ദകുമാർ? അത് ആ നിലയ്ക്ക് എടുക്കണം നിർബന്ധമില്ല. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതയുണ്ട്. MT വാസുദേവൻ നായർ നിർമ്മാല്യം ചെയ്ത സാഹചര്യത്തിലുണ്ടായിരുന്ന കേരളമല്ല ഇപ്പോൾ ഉള്ള കേരളം. അന്നത്തെ കേരളത്തിൽ ഇതിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര കേരളത്തിൻ്റെ സമൂഹത്തിൽ വ്യാപകമായിരുന്നു. ആ ത്വരയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന നിർമ്മാല്യ സിനിമയിൽ വന്നിട്ടുള്ള വെളിച്ചപ്പാടിന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ ഭാവാത്മകമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹം തയ്യാറായിരുന്നു. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ,
ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിൽ തകഴിയുടെ സിനിമയാണ്. അതിനകത്ത് എന്താണ് മറ്റേ ഇവരെക്കുറിച്ചുള്ള ഒരു സമുദായത്തെ അധികരിച്ചുകൊണ്ടുള്ളൊരു പാട്ടുണ്ട് അതിനകത്ത്. അതിനകത്ത് ഒരു പിഴച്ചു പെറ്റു എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഇന്നാണെങ്കിൽ മലയാള സിനിമയിൽ അത് ഇറക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അരയത്തി പെണ്ണ് പിഴച്ചു പറ്റൂ എന്നുള്ള വാക്ക് എന്ന് ഉപയോഗിച്ചാൽ അത് വലിയൊരു കുറ്റകരമായിട്ടുള്ള ഒരു വലിയൊരു വിഷയമായിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറുന്നുള്ള സംശയമില്ല. പക്ഷെ അത് അന്ന് തെറ്റായിട്ട് തോന്നിയിരുന്നില്ല. കാരണം അന്ന് ഈ പറയുന്ന സംഭവവികാസങ്ങളെല്ലാം അത് എഴുതിയിരുന്ന അവിടെയാണ് നേരത്തെ MT പറഞ്ഞ വാക്കിൻ്റെ പ്രത്യേകത. ഒരു വ്യക്തിയിൽ നിന്ന് എഴുത്തുകാരനിലേക്കുള്ള മാറ്റം അതാണ്. എഴുത്തുകാരൻ വ്യക്തിയിൽ നിന്നുള്ള വ്യത്യാസം വരുന്ന സമയത്ത് ആ എഴുത്തുകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തിയും തമ്മിൽ മാറി ദൂരെ നിന്ന് രണ്ടുപേർക്കും മാറി ഇത് വീക്ഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് MT വാസുദേവൻ പറഞ്ഞതിൽ മറ്റൊന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളെ കുറിച്ചിട്ട് പത്രാധിപരായിരുന്ന MT വാസുദേവൻ നായരുടെ കാഴ്ചപ്പാട്. MT വാസുദേവൻ നായർ വളരെ വിമർശനാത്മകമായിട്ട് തൻ്റെ കഥകളെക്കുറിച്ച് തൻ്റെ വാരികയിൽ താൻ പത്രാധിപരായിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വീക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ആ കാലത്ത് പ്രത്യേകത. ഇന്നിപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ പത്രാധിപന്മാരിലെ ആർക്കൊക്കെ തന്നെ അവർ സ്വന്തമായിട്ടുള്ള വീക്ഷണങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇന്ന് അവരെ കഥകളിലും അവരുടെ രചനകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും എല്ലാം തുടിച്ചു നിൽക്കുന്നത് സ്വന്തമായിട്ടുള്ള സങ്കല്പങ്ങളെ സംബന്ധിച്ചാണ് എന്നുള്ള പ്രത്യേകത ഈ കാലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് അത്തരമൊരു രചന വന്നാൽ സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള എതിർപ്പുണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. നല്ല എക്സാമ്പിളാണ് മാതൃഭൂമി തന്നെ പ്രസിദ്ധീകരിച്ച ഹരീഷിൻ്റെ പുസ്തകത്തെ സംബന്ധിച്ച്. അതിനെ സംബന്ധിച്ച് എതിർപ്പുണ്ടാകാനുള്ള കാരണം എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ കൃതിയും തമ്മിലുള്ള അകലം, അത് തമ്മിൽ കാര്യമായിട്ടുള്ള അകലമില്ല എന്നുള്ള തോന്നൽ പൊതുസമൂഹത്തിലുണ്ട്. അത് തമ്മിൽ നല്ലൊരു അകലമുണ്ടായിരുന്നു എന്നുള്ളതാണ് MT വാസുദേവൻ നായർ കൃതികളുടെ സവിശേഷത. അതുകൊണ്ട് എഴുത്തുകാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു അതിൽ MT എന്ന് പറയുന്ന വ്യക്തി എന്ന് അദ്ദേഹം പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് എഴുത്തുകാരൻ്റെ രചനകളായിട്ട് തന്നെ കാണുവാനായിട്ടുള്ള ഒരു വിശാല ഹൃദയത്വം മലയാളിയെ സംബന്ധിച്ച് അക്കാലത്തുണ്ടായിരുന്നു. ഇക്കാലത്ത് ഇത് തമ്മിലുള്ള അന്തരം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവർക്കത് ഒരേപോലെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, MD തൻ്റെ സാഹിത്യ സപര്യ അല്ലെങ്കിൽ തൻ്റെ ചലച്ചിത്ര ലോകത്തേക്കുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന മലയാളികളുടെ സ്വഭാവമല്ല ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നാണ് EN നന്ദകുമാർ പറയുന്നത്. ശ്രീ കവി PP ശ്രീധരനുണ്ണി, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് MDയുടെ കഥകളിൽ കാവ്യബിംബങ്ങൾ നമുക്ക് കാണാം. കാലം, മഞ്ഞ്, അസുരവിത്ത്, അല്ലെങ്കിൽ രണ്ടാമൂഴം, വിലാപയാത്ര തുടങ്ങിയ കഥകളിലൊക്കെ കാവ്യബിംബങ്ങൾ തുളുമ്പി നിൽക്കുകയാണ്. പക്ഷേ താൻ കവിയല്ല, തനിക്ക് കവിത എഴുതാൻ കഴിയില്ല എന്ന് പരസ്യമായി പറയാൻ മടി കാണിക്കാത്ത കഥാകാരൻ കൂടിയായിരുന്നു MD. അദ്ദേഹത്തിൻ്റെ കഥകളിലെ കാവ്യ അംശങ്ങളെ എങ്ങനെ കാണാം ശ്രീ ശ്രീധരനുണ്ണി? ആദ്യം ഒരു ആമുഖമായി പറയട്ടെ, MTയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഏതാണ്ട് 10-60 വർഷത്തെ ഒരു പരിചയമാണ്. ഈ പരിചയത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം കഥാകാരൻ ആവേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല, കവി ആവേണ്ട വ്യക്തിയായിരുന്നു എന്ന് ആദ്യം പറഞ്ഞു വെക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം പറയുന്നത് എൻ്റെ തട്ടകം കവിതയല്ല, എൻ്റെ തട്ടകം കഥയാണ്. സമൂഹത്തിലെ സാധാരണ ജനങ്ങളുടെ കഥകൾ പറയുന്ന ഒരു എഴുത്തുകാരനായിട്ട് അറിയപ്പെടാനാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നമ്മളെ അറിയിച്ചത്, അദ്ദേഹം എഴുതി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ രചനകൾ വായിച്ചു നോക്കിയാൽ ഇപ്പോൾ സൂചിപ്പിച്ച മാതിരി തന്നെ എല്ലാ രചനകളിലും മഞ്ഞ് ആണ് നമ്മൾ അതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമായിട്ട് പറയുന്നത്, അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലുള്ള ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. അത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് കാവ്യഭാഷ എന്താണ് എന്ന് ശരിയായ അർത്ഥത്തിൽ പഠിച്ച ഒരു കഥാകാരനായിരുന്നു
MT വാസുദേവൻ നായർ എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം ജീവിച്ചത് ഒരു തനി നാട്ടിൻപുറത്താണ്. അദ്ദേഹം ജനിച്ച് വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ്, സാധാരണ ചുറ്റുപാടുകളിലാണ്, കാർഷികമായ ഒരു പശ്ചാത്തലത്തിലാണ്, ഗ്രാമീണമായ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ തീർച്ചയായും അദ്ദേഹത്തെ പ്രകൃതിയുടേതായ ഒരു ഭംഗിയും സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കാനും അത് ആവിഷ്കരിക്കാനുമുള്ളൊരു ത്വര ഉണ്ടാവാനിടയുണ്ടല്ലോ. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരു മഹാകവി അക്കിത്തമായിരുന്നു. മഹാകവി അക്കിത്തം എന്ന് പറയുന്നത് കവിതയുടെ അങ്ങേ അറ്റമാണ്. മഹാകവി അക്കിത്തത്തിൻ്റെ ഒരു ശിഷ്യത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു തൊട്ട് ഒരു മാനസപുത്രനെ പോലെ വളർന്നു വന്നിട്ടുള്ള MTയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ കവിതയുടേതായ ഒരു വലിയ അന്തരീക്ഷം, ഒരു തലം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം ഓരോ വാക്കുകൾ കരുതി ഉപയോഗിക്കുന്ന ഒരു കഥാകാരൻ എന്ന് പറയും. ഈ വാക്കുകൾ കരുതി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് വാസ്തവത്തിൽ കവിയുടേതായ ഒരു രീതി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കവി ശിക്ഷ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. കവിയെ ശിക്ഷിക്കുക എന്നുള്ളതല്ല. കവി ഏത് രീതിയിലാണ് കവിത എഴുതേണ്ടത്, കവിയെ സംബന്ധിച്ചിടത്തോളം വാക്കുകളുടെ വിന്യാസം അല്ലെങ്കിൽ പദങ്ങളുടെ വിന്യാസം എങ്ങനെ ഇരിക്കണം, അതിനകത്ത് മറ്റൊരു അർത്ഥം ദ്യോതിപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കണം കവിയുടേതായ ഒരു രചനാ രീതി എന്ന് നമ്മൾ പറഞ്ഞ് വയ്ക്കേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് ആദ്യകാല കൃതിയായിട്ടുള്ള നാലുകെട്ടായാലും അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതിയായിട്ടുള്ള കാലം ആയാലും അതുപോലെയുള്ള പാതിരാവും പകൽ വെളിച്ചവുമായാലും അങ്ങനെ അനേകം നോവലുകൾ എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ എടുത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് ഈ ഒരു കാവ്യ ഭാഷയുടെ ഏതായ ഒരു തലം നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാവ്യ ഭാഷയുടെ തലം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് അദ്ദേഹം കണ്ടുപരിചയിച്ച, അദ്ദേഹം കേട്ട് പരിചയിച്ച സമൂഹവുമായിട്ടുള്ള ഇടപഴകൽ കൊണ്ടാണ്. അതെങ്ങനെയുണ്ടായി? അദ്ദേഹം അവിടുത്തെ വെളിച്ചപ്പാടുകൾ, ആ വെളിച്ചപ്പാടുകൾക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട്. അവിടുത്തെ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ അവരുടേതായ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ എന്താണ്? ആ ഭാഷ കവിതയുടേതാണ് എന്നുള്ള തിരിച്ചറിവ് സാധാരണ വൈയാകരണന്മാർ പറയും. വ്യാകരണം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പറയും. ഈ വ്യാകരണത്തിനപ്പുറത്ത് ഒരു അർത്ഥം ഒരു ഈരടിക്ക് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിന് ഉണ്ടാകുമ്പോഴാണ് അത് ആസ്വാദ്യമാകുന്നത് എന്ന് പറയും. എഴുതുന്നതല്ല, അതിനപ്പുറത്തുള്ളതാണ് ഒരു തട്ടകം. മറ്റൊരു തട്ടകമുണ്ട്. നമ്മൾ എഴുതുന്ന വാക്കുകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ പദങ്ങൾക്കപ്പുറത്ത് അതിന് വേറെ ഒരു അർത്ഥം ഉണ്ടല്ലോ. വ്യംഗ്യാർത്ഥം എന്ന് സാധാരണ വ്യാകരണക്കാർ പറയും, അലങ്കാരം പഠിപ്പിക്കുന്നവർ പറയും വ്യംഗ്യാർത്ഥം. ഈ വ്യംഗ്യാർത്ഥ പ്രയോഗം മാത്രമായാൽ അത് കവിതയാകുമോ? ഇല്ല. അത് ഈ വ്യംഗ്യാർത്ഥ പ്രധാനമായിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് അത് കാവ്യഭാഷ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതി നോക്കൂ, നാലുകെട്ട് നോക്കൂ. ആ നാലുകെട്ടിൻ്റെ തലം വർണ്ണിക്കുന്നത്, അത് സാമൂഹ്യ ചുറ്റുപാടുകൾ വർണ്ണിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ ഒഴുകി വരുന്നതിൻ്റെ ഒരു ഭംഗി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ സന്ധാനം എന്ന് സാധാരണ പറയും. വ്യാകരണക്കാർ പറയുന്നത് സന്ധാനമാണ്. തമ്മിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ തലമുണ്ട്. അത് കൂട്ടിച്ചേർക്കുമ്പോഴുള്ള ഒരു തലം. ഈ കൂട്ടിച്ചേർക്കുമ്പോഴുള്ള തലമാണ് അദ്ദേഹം എഴുതി വെച്ച പാരഗ്രാഫിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു പശ്ചാത്തലം വർണ്ണിക്കുന്നു. ആദ്യ കാലഘട്ടത്തിൽ നായർ തറവാടുകളുടെ ഒരു ജീവിത പശ്ചാത്തലം വർണ്ണിക്കുന്നു, അല്ലെങ്കിൽ അന്നത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. ഇങ്ങനെ ഇത് വർണ്ണനകൾ മാത്രമല്ലാതെ അതിന് മറ്റൊരംശം കൂടി, അതായത് അവിടെ നമ്മൾ കണ്ടെത്തുന്നത് ഒരു സാമൂഹ്യ അംശം എന്ന് പറയും. സാമൂഹ്യമായ ഒരു ബോധവൽക്കരണത്തിന് ഉള്ള ഒരു ത്വര കൂടി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതെ, സാമൂഹ്യ വിമർശനങ്ങൾ ഉൾക്കൊണ്ട കഥകളും സിനിമകളും ഒക്കെ തന്നെയാണ് MD മലയാളികൾക്കായി സമ്മാനിച്ചത്. ശ്രീ ലത്തീഫ് പറമ്പിൽ, ഇവിടെ അദ്ദേഹത്തിൻ്റെ കഥകളും സിനിമകളും ഒക്കെയാണ് നമ്മളിപ്പോൾ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ മുന്തി നിൽക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴം.
അത് ശ്രീ കൃഷ്ണപ്രസാദ് പറയുകയും ചെയ്തു. ആ നോവൽ അത് സിനിമയായി കാണണമെന്നുള്ള അഗാധമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു സംവിധായകൻ വന്ന് അത് വാങ്ങിക്കൊണ്ട് പോവുകയും സിനിമയാക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അത് നിയമപരമായ വലിയ കേസൊക്കെ കൊടുത്തിട്ടാണ് അവസാനം ആ എഗ്രിമെൻ്റ് അദ്ദേഹം ഇല്ലാതാക്കുന്നത്. അപ്പോൾ ആ MD രണ്ടാമൂഴം സിനിമയാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ പരാജയങ്ങൾ, അതിൽ അദ്ദേഹം ബാക്കി വച്ച ആഗ്രഹങ്ങൾ, അത് ഒന്ന് പങ്കുവെക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ ശ്രീ ലത്തീഫ്? അത് MTയുടെ വലിയ ഒരാഗ്രഹമായിരുന്നു മോഹൻലാലിനെ വെച്ചിട്ട് ആ പടം ചെയ്യണം എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ സിനിമ ആകുമായിരുന്നു. പക്ഷെ എന്തോ അത് ആ തരത്തിലാണ് കേസും കൂട്ടുമായി അങ്ങനെ പോയി. ഏതായാലും അതിൽ വളരെ മാന്യമായിട്ട് തന്നെയാണ് MT അതിൽ ഇടപെട്ടത്. അദ്ദേഹം ആ വാങ്ങിച്ച കാശ് 1 കോടി രൂപ തിരിച്ചു കൊടുത്തു. അങ്ങനെ സെറ്റിൽമെൻ്റ് ആവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് അങ്ങനെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് സിനിമയായി കാണണമെന്ന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ അസുഖവും അതുപോലെ ശാരീരികമായുള്ള അവശതകളും ഒക്കെ കൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ അധികം അദ്ദേഹം ആലോചിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങളുടെ സംഭാഷണങ്ങളിലൊന്നും അത്തരം കാര്യങ്ങളൊന്നും കടന്നു വന്നിട്ടുമില്ല. ഈ സിനിമാ ലോകത്ത് നിന്നുള്ള ഒരു സംഭാഷണം, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ എങ്ങനെയാണ് ശ്രീ കൃഷ്ണപ്രസാദ് ഈ രണ്ടാമൂഴം എന്നുള്ള സിനിമ, നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും ആരും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമല്ല, പക്ഷേ അവരുടെ ഉള്ളിൽ ഉള്ള ഒരു ആഗ്രഹമാണ് അത് സിനിമയായി വരണം എന്നുള്ളതൊക്കെ തന്നെ. ഞാൻ മനസ്സിലാക്കുന്നത് ഹരിഹരനുമായി സംസാരിച്ചപ്പോൾ ഹരിഹരൻ അതിൽ എത്രമാത്രം സ്ഥിരീകരണം ഉണ്ട് എന്നുള്ളത് ഹരിഹരൻ തന്നെ പറയേണ്ട കാര്യമാണ്. ഈ രണ്ടാമൂഴം ഒരൊറ്റ സിനിമ കൊണ്ട് തീർക്കാനാവില്ല, അത്രയ്ക്ക് കാമ്പുള്ള കഥയാണ് രണ്ടാമൂഴത്തിലുള്ളത്. ഒരു 2.5 മണിക്കൂറിനകത്ത് ചിത്രീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് എന്ന് ഒരു ഘട്ടത്തിൽ ഹരിഹരൻ പറഞ്ഞു എന്നറിയുന്നു. പക്ഷേ അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് വേറൊരു കാര്യം. മോഹൻലാലിനെ പോലുള്ള ആളുകളുടെ സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളിൽ ഒക്കെ ഈ രണ്ടാമൂഴം ഇപ്പോഴും അത് വലിയ ഈ ഭീമസേനനെ പോലെ അവരുടെ ആഗ്രഹം ഉയർന്നു നിൽക്കുന്നുണ്ടോ ശ്രീ കൃഷ്ണപ്രസാദ്? തീർച്ചയായും MD സാറ് ജീവിച്ചിരുന്നതിനേക്കാൾ ശക്തനായിരിക്കും അദ്ദേഹം മനം പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം എൻ്റെ ഒരു പ്രതീക്ഷയാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്, മോഹൻലാൽ നായകനായി രണ്ടാമൂഴം തീർച്ചയായും ഉടൻ തന്നെ അത് ഏതെങ്കിലും ഒരു നല്ല ഒരു കമ്പനി പ്രൊഡ്യൂസർ വന്ന് നല്ലൊരു സംവിധായകനെ സെലക്ട് ചെയ്ത് തീർച്ചയായും ആ ചിത്രം മോഹൻലാൽ തന്നെ നായകനായി അത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അത് MD സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ചിത്രീകരിക്കുന്ന ഒരു സംവിധായകൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ഒരാൾ വന്ന് അതിവിദൂരമല്ലാതെ നമുക്കത് കാണാൻ യോഗമുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും കാമ്പുള്ള ഒരു തിരക്കഥയാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമൂഴം. ഞാനത് വായിച്ചില്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അത്രയും മാത്രം ഇഷ്ടമുള്ള, ഇപ്പൊ ഹരിഹരൻ സാറ് പറഞ്ഞു ശരിയായിരിക്കാം, 2.5 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു ഇതായിരിക്കണം. ഇപ്പൊ നമ്മള് ബാഹുബലി പോലുള്ള ചിത്രങ്ങളെയൊക്കെ കണ്ടിരുന്നു, അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്, ഇഷ്ടമല്ല. അപ്പൊ അത്രയും വലിയൊരു ക്യാൻവാസിൽ ചെയ്യുന്ന ചിത്രം 2 or 3 പാർട്ടാക്കി ചിലപ്പോൾ ചിത്രീകരിക്കും. അത് നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടാവും. അതിൽ മോഹൻലാൽ നായകനാവും. ഒരു നല്ല സംവിധായകനും കൂടി അതിൽ ഉൾപ്പെട്ട് അത് നമ്മുടെ മനസ്സിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമാ പ്രവർത്തകർക്ക് എന്നും ഒരു അന്തസ്സുള്ള ഒരു ചിത്രമായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും MD മരിച്ചാലും ജീവിച്ചിരിക്കുന്നതിലും ശക്തനായി തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയ്ക്കധികം കഥകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്, എത്രയോ സിനിമകളാക്കാനും അല്ലെങ്കിൽ അതിന് എത്രയോ വ്യാഖ്യാനങ്ങൾ നൽകാനും അതിൽ നിരവധി കാമ്പുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ PP ശ്രീധരനുണ്ണി, ഇവിടെ നേരത്തെ അങ്ങ് വരുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. ശ്രീ EN നന്ദകുമാർ അതിന് മറുപടിയും പറഞ്ഞു.
MDയുടെ കഥകളിലൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും മനുഷ്യൻ്റെ പ്രയാസങ്ങളും ഒക്കെയാണ് ഏറെ തുളുമ്പി നിൽക്കുന്നത്. അവൻ്റെ ആഹ്ലാദങ്ങളും അവൻ്റെ ആനന്ദങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ വളരെ കുറവാണ് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളെ വെച്ചിട്ടല്ല ഇത് പറയുന്നത്, കഥകളെ ആശ്രയിച്ചാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാലോകത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ അത് അത്തരം അംശങ്ങൾ കൂടി നിൽക്കുന്നു എന്നുള്ള വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു ശ്രീധരനുണ്ണി? അത് വാസ്തവത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളെ ഉള്ള ജീവിതങ്ങളെയാണ്. അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞ ജീവിതങ്ങളാണ്. ആ ജീവിതം അദ്ദേഹം കുട്ടിക്കാലം മുതൽ അനുഭവിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലമുറകളിലൂടെ അദ്ദേഹം അറിഞ്ഞു വന്ന ജീവിതത്തിൻ്റെ കഥകളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളിലും ചെറുകഥകളിലും ഒക്കെ അദ്ദേഹം പ്രത്യേകിച്ചിട്ടുള്ളത്, അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളത്. അതിനുള്ള കാരണം അദ്ദേഹത്തിന് വളരെ തിക്തമായ ഒരു ജീവിതാവസ്ഥയുള്ള, അല്ലെങ്കിൽ സാമ്പത്തികമായ ചുറ്റുപാടുകളിൽ ജീവിക്കേണ്ടി വന്നിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം കടന്നു വന്നിട്ടാണല്ലോ അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിയത്. ഇന്ന് നമ്മൾ കണ്ടതായ ആ മഹാപ്രതിഭയിലേക്ക് എത്തിയത്. അപ്പോൾ ആ കാലഘട്ടം ആവിഷ്കരിക്കാൻ തീർച്ചയായും അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥകളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് കുട്ടിക്കാലത്ത് അനുഭവിച്ച കാര്യങ്ങൾ അത് സ്വാനുഭവത്തിലൂടെ തനിക്ക് നേരിട്ട് അറിയാവുന്നത് മാത്രം അവിടെ അവതരിപ്പിക്കുക എന്നുള്ള ആ രീതി അത് അദ്ദേഹം എല്ലാ കഥകളിലും ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഭീമൻ്റെ കഥയിൽ അല്ലെങ്കിൽ രണ്ടാം ഊഴത്തിൽ വരുമ്പോൾ അത് മഹാഭാരതത്തെ ഉപജീവിച്ചുള്ള ഒരു രചന ആയതുകൊണ്ട്, അതൊരു പുരാവർത്ത പ്രധാനമായ കഥയായതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നു. അതുപോലെയുള്ള കഥകളെ നമ്മൾ മാറ്റി നിർത്തുന്നു. മറ്റുള്ള സാധാരണ ചെറുകഥകളായാലും നോവലായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള അദ്ദേഹം കണ്ടറിഞ്ഞ ജീവിതത്തെ അവരുടെ വേദനകൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അനുഭവിച്ച ആ കുട്ടിക്കാലത്ത് അനുഭവിച്ച ദുഃഖങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നാലാമനായി പിറന്നത് കൊണ്ട് അനേക തരത്തിലുള്ള അല്ലെങ്കിൽ അവഗണനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു മാനസിക തലം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് വായനയിലൂടെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തെ കണ്ടെത്തുന്നതിലൂടെ ആണ് അദ്ദേഹം ആ കാലഘട്ടത്തെ അതിജീവിച്ച് നമ്മുടെ ഒരു വലിയ തട്ടകത്തിലേക്ക്, വലിയൊരു തലത്തിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുപോയത്. ആ തലം വായനയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതാണ്. ആ വായന എന്ന് പറഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ച സാമൂഹ്യ വായന കൂടി അതിൽ വരും, മാനസിക വായന കൂടി അതിൽപ്പെടും. ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹം ആ വ്യക്തിയുടെ മനസ്സ് അനലൈസ് ചെയ്യുന്നു. അദ്ദേഹം മനഃശാസ്ത്രജ്ഞനല്ല, പക്ഷേ മാനസിക തലങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും പരിചിന്തനം ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ്, സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രം നോക്കൂ, കുട്ടിയെടുത്തി എന്ന കഥാപാത്രം നോക്കൂ, അങ്ങനെ സുമിത്ര എന്ന കഥാപാത്രം നോക്കൂ. അങ്ങനെ ഓരോ കഥാപാത്രത്തെയും എടുക്കുമ്പോൾ നമുക്ക് MT ആ കഥാപാത്രത്തിൻ്റെ മനസ്സിൽ കയറിയിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യമുണ്ട്. അങ്ങനെ വർത്തമാനം പറയണമെങ്കിൽ MT ഒരു ത്രികാലജ്ഞനെ പോലെ എല്ലാം അറിഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നുണ്ട്. മുൻ കഥകളും ഭൂതവും വർത്തമാനവും ഭാവിയും സ്വയം അറിഞ്ഞുകൊണ്ട് പെരുമാറുന്ന ഒരു സൈക്കോളജിസ്റ്റിന് മാത്രം സാധിക്കുന്നതായ ഒരു അവതരണ രീതി അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് കഥകളായാലും അത് നമ്മൾ സേതുവിനെ പറ്റി പറയും, ഇഷ്ടത്തെ പറയും, പ്രണയത്തെക്കുറിച്ച് പറയും, അദ്ദേഹം ആവിഷ്കരിച്ച പ്രണയ ലോകത്തെക്കുറിച്ച് പറയും. അത് കഥകളിലായാലും നോവലുകളിലായാലും സിനിമയിലായാലും പ്രണയത്തെക്കുറിച്ചും, ഈ പ്രണയത്തിൻ്റെയൊക്കെ അടിത്തട്ടിൽ കിടക്കുന്ന മനസ്സ് എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു എഴുത്തുകാരൻ. അത് ഒരു സൈക്കോളജിക്കൽ റൈറ്റിംഗ് എന്ന് സാധാരണ പാശ്ചാത്യ നാടുകളിൽ പറയേണ്ട, സൈക്കോളജിക്കൽ തലം അനലൈസ് ചെയ്യുന്ന ഒരു രീതി എന്ന് അതിനെ പറയും. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച സങ്കടങ്ങളിലൂടെ, കണ്ണീരിലൂടെയൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്.
ആ ഒരു തലം അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ആദ്യം പറഞ്ഞത് കാവ്യഭാഷയെക്കുറിച്ചാണ്. ആ ഭാഷ ഉരുത്തിരിഞ്ഞ് വരുന്നതിലും ആ സമൂഹത്തിൻ്റെ ചിത്രം ഉണ്ടാക്കിയെടുക്കുന്നതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, അദ്ദേഹം ജീവിച്ച സാഹചര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ശ്രീ എൻ നന്ദകുമാർ, ഇവിടെ എം ഡി വാസുദേവൻ നായരെ പറ്റി പറയുമ്പോൾ അദ്ദേഹം തുഞ്ചൻ പറമ്പിൽ അതിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങളുടെ യൂട്യൂബിലടക്കം വരുന്ന കമൻറ്റുകളിൽ ഏറെയും വരുന്നത് തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്ത് രാമാനുജൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം മുൻകൈ എടുത്തില്ല, അവിടെ പ്രതിമ സ്ഥാപിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. എം ഡി ഒരു കാലത്ത് പോലും ആ പ്രതിമ വേണമെന്നോ വേണ്ട എന്നോ എന്നുള്ള അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാത്രം വിചാരിച്ചാൽ അത് നടക്കുന്നതുമല്ല. അദ്ദേഹം അവിടെ അതിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചപ്പോഴും അത്തരത്തിലുള്ള പ്രതിമ സ്ഥാപിക്കാനൊന്നും എം ഡി മുൻകൈ എടുത്തില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഒരു പരിധിവരെ ഉയരുന്നുണ്ട്. അതൊന്നും എം ഡിയുടെ സാഹിത്യ കൃതികളെ വിമർശിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സമ്പൂർണ്ണമായി മോശപ്പെടുത്താനോ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ചില വിമർശനങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതുകൂടി നമുക്ക് പറയേണ്ടി വരുന്നു. അപ്പോൾ അദ്ദേഹം തുഞ്ചത്ത് അവിടുത്തെ അതിൻ്റെ അധ്യക്ഷനായി ഇരിക്കുമ്പോൾ, തുഞ്ചൻ പറമ്പിൻ്റെ അധ്യക്ഷനായി ഇരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കാതെ പോയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലൊന്നും വലിയ സ്വാധീനമില്ലാത്തത് കൊണ്ടാണോ, അതോ അദ്ദേഹം അതിന് മുൻകൈ എടുത്തില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുമോ ശ്രീ നന്ദകുമാർ? അല്ല, അതിലിപ്പോൾ തുഞ്ചൻ പറമ്പിൽ സ്മാരകം ഉയരാത്തതിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ രണ്ട് പക്ഷമുണ്ട്. വേണമെങ്കിൽ അത് എം ടി വാസുദേവൻ നായർ വിമർശിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. അത് കാരണം ഒരാളും വിമർശനത്തിന് അതീതമല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല പോലുള്ള ഒരു സ്ഥലത്ത് പ്രതിമ സ്ഥാപിക്കുന്നതിനുണ്ടാകുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയങ്ങൾ അതിനകത്ത് ഘടകമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ വിഷയങ്ങളെ തരണം ചെയ്യുന്ന കാര്യത്തിൽ എം ടി വാസുദേവൻ നായർ എത്രത്തോളം താല്പര്യമെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എം ടി വാസുദേവൻ നായർ സ്വതവേ കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളോട് അദ്ദേഹം വ്യക്തമായുള്ള അഭിപ്രായം രേഖപ്പെടുത്താറില്ല. ആകെ രേഖപ്പെടുത്തിയ അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള കോഴിക്കോട് നടന്നിട്ടുള്ള സമ്മേളനത്തിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനകത്തിൻ്റെ ഉദ്ഘാടന സഭയിൽ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ചില പ്രതികരണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയ വിഷയങ്ങളോടുള്ള പ്രതികരണങ്ങളൊന്നും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. രാഷ്ട്രീയ ഭൂമികയിൽ എം ഡി പറഞ്ഞ ആ വാക്കുകൾ വലിയ വാർത്തയായി മാറുകയും ചെയ്തു. അതെ, അല്ല, അതിന് തന്നെ കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബോധ്യം വന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെ കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോലും അതിന് കാരണം ശരിക്കും അതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തിൽ നിന്ന് വന്നതാവാനേ തരമുള്ളൂ. പക്ഷേ നേരെ മറിച്ച് തുഞ്ചൻ പറമ്പിൽ സ്മാരകത്തെ സംബന്ധിച്ച് നമ്മൾ ആ തരത്തിൽ നോക്കിക്കാണുന്നത് ശരിയല്ല. തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്തെഴുത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ വരേണ്ടത് അനിവാര്യമാണ് എങ്കിൽ പോലും ഈ അനിവാര്യതയെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം ഈ വിഷയത്തെ ഏത് തരത്തിലാണ് കാണുന്നത്? കാരണം അതിനെടുക്കേണ്ട തീരുമാനങ്ങൾ രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. രാഷ്ട്രീയ തീരുമാനം അത് സാധ്യമാവുകയുള്ളൂ, അത് നമുക്ക് കൃത്യമായി അറിയാം. ചലച്ചിത്രകാരൻ, സംവിധായകനും നടൻ കൂടിയായ ശ്രീ മധുപാൽ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. സ്വാഗതം ശ്രീ മധുപാൽ. എം ഡിയുടെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തും സാഹിത്യ ലോകത്തും ഉണ്ടാക്കി വെച്ച വിടവ് അത് അടുത്ത കാലത്തൊന്നും അത് നികത്താനാവില്ല എന്ന് അറിയാം. ഇവിടെ നടൻ ശ്രീ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ എം ഡി എഴുതി വെക്കുന്ന തിരക്കഥയിൽ എല്ലാം ഉണ്ടാകും, സംവിധായകന് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടി വരില്ല. അത്തരത്തിലുള്ള തിരക്കഥാകൃത്തുക്കൾ ഇല്ലാതാവുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയല്ലേ ശ്രീ മധുപാൽ? ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എം ടി തിരക്കഥകൾ എഴുതുമ്പോൾ പരിപൂർണമായിട്ട് ആദ്യമധ്യാന്തം അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഓടിക്കഴിഞ്ഞതിന് ശേഷം കൃത്യമായ അളവോടുകൂടി തന്നെയാണ് എം ടി എല്ലാ തിരക്കഥകളും എഴുതിയിട്ടുള്ളത്. 5 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും വരെ ചില സിനിമകളുടെ തിരക്കഥകൾ എഴുതി തീർത്തിട്ടുണ്ട്. അതിലെല്ലാം അത് എഴുതാനുള്ള അത്രയും 5 ദിവസം കൊണ്ട് അത് എഴുതി തീർക്കാൻ പറ്റുന്നുവെങ്കിൽ അത്രമേൽ പുള്ളിക്ക് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ആ ഭാഷയോട്, ദൃശ്യഭാഷയോടുള്ള അടുപ്പവും ദൃശ്യഭാഷയിലുള്ള കരുത്തും തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ട സിനിമകളിലെല്ലാം വളരെ ചെറിയ ഒരു പ്ലോട്ടിൽ നിന്ന് പോലും വലിയ
കഥകൾ ഉണ്ടാക്കി. താഴ്വാരം ഒരു സിനിമ, അതുപോലെ ഉത്തരം പോലെ ഒരു സിനിമ, ഇതൊക്കെ എത്ര മഹത്തരമായ രീതിയിലാണ് അതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങൾ തോന്നിയിട്ടുണ്ടല്ലോ. അമൃതഗമയെ പോലൊരു സിനിമ എല്ലാ സിനിമകളിലും വളരെ കൃത്യമായിട്ടൊരു ലിറ്റററി ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാഹിത്യത്തെ മറികടന്നുകൊണ്ട്, സാഹിത്യത്തെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട്, സാഹിത്യം വെറും സാഹിത്യം മാത്രമല്ല പറയുന്നത് എന്ന് ബോധത്തോടു കൂടി സിനിമ എന്ന ഭാഷയ്ക്ക്, സിനിമയുടെ ഒരു ഭാഷ ദൃശ്യഭാഷയാണ്, ആ ദൃശ്യത്തിലേക്ക് സിനിമകളെ കൊണ്ടുപോകുന്ന ഒരു ശ്രമം എല്ലാ തിരക്കഥകളിലും ചെയ്തിട്ടുണ്ടല്ലോ. അത് ആദ്യത്തെ മുറപ്പെണ്ണ് മുതൽ, കാരണം മുറപ്പെണ്ണ് അദ്ദേഹത്തിന് ഒരു കഥയുടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ മുറപ്പെണ്ണിന്റെ മുതൽ ഈ ഏഴാമത്തെ വരെയുള്ള ഈ രീതി, രണ്ട് സിനിമകൾ, അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ചെയ്ത സിനിമകളിലെല്ലാം ഈ പറയുന്ന രീതിയിലോട്ട് ഒരു കൃത്യമായ അളവ് എന്ന രീതിയിൽ, കൃത്യമായ രീതിയിൽ ദൃശ്യം ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സിനിമ ഇതിന്റെ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഇത് എങ്ങനെയാണ് പറയേണ്ടത്, ഇത് പറയുമ്പോൾ ഏത് രീതിയിലാണ് പ്രേക്ഷകൻ അവരുടെ മനസ്സിലേക്ക് ഇത് എടുക്കുക. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു എഴുത്തുണ്ടല്ലോ, ആ എഴുത്ത് എം.ടിയുടെ എല്ലാ കൃതികളിലും ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് വെറുതെ ഒരു ഭാഷ കൊണ്ട് മാത്രം സിനിമ ഉണ്ടാക്കുകയല്ല, അതിൻ്റെ ഒരു കൾച്ചറുണ്ട്, അതിൻ്റെ ജീവിതമുണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രയത്നം അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരു സാധാരണ മട്ടിലുള്ള ഒരു എഴുത്തുകാരന് സാധ്യമാകുന്നതല്ല. അസാമാന്യമായ കരുത്തുള്ള, അസാമാന്യമായ കഴിവുള്ള, അസാമാന്യമായ ഭാവനയുള്ള ഒരു എഴുത്തുകാരന് മാത്രം സാധിക്കുന്ന ഒരു കർമ്മമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ മധുപാൽ, അദ്ദേഹത്തിന് അസാമാന്യമായ, അങ്ങ് പറഞ്ഞതുപോലെ അസാമാന്യമായ ചങ്കൂറ്റവും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വടക്കൻ വീരഗാഥകളിൽ മലയാളികൾ പറഞ്ഞു പഠിച്ച കഥ അതല്ല എന്ന് പറഞ്ഞ് കൃത്യമായി രേഖപ്പെടുത്താൻ, വടക്കൻ വീരഗാഥ പോലുള്ള ഒരു കഥയിലൂടെ അത് ചതിയൻ ചന്തു അല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ മലയാളത്തിൽ ഇന്നേ വരെ ആരും കാണിക്കാത്ത തൻ്റെ ഇടം എം.ടി കാണിച്ചിട്ടുണ്ടല്ലോ ശ്രീ മധുപാൽ. വടക്കൻ വീരഗാഥ മാത്രമല്ല, അതിനേക്കാൾ മനോഹരമായിട്ട് ആലോചിക്കേണ്ട വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ ഒരു ഫോക്ലോറിൽ നിന്നും ഒരു സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കുന്ന സാധനത്തെ തന്നെക്കാളും മഹത്തരമായ ലെവലിലുള്ള എപ്പിക് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ സിനിമയിൽ നിന്നൊക്കെ വിട്ടു കഴിഞ്ഞാൽ നോവലിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മനുഷ്യനാക്കി മാറ്റിക്കൊണ്ട് രണ്ടാമൂഴത്തിലെ കഥാപാത്രങ്ങൾ മുഴുവൻ മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരിധി വരെ നമ്മൾ പറയും പലപ്പോഴും ഈ മഹാഭാരതത്തിലെ കഥകൾ ദൈവികമുള്ളവരാണ്, ദൈവികത്വമുള്ളവരാണെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് മനുഷ്യന്റെ കഥയാണ്, മനുഷ്യ കഥാനുവായികയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കൊണ്ടുപോയ ഒരു എഴുത്തുണ്ടായിട്ടുണ്ട്. അതൊരു അസാമാന്യമായ ചങ്കൂറ്റമാണ് സാധാരണ മട്ടിൽ ഒരാൾക്ക് കഴിയുന്നത്. കാരണം നമ്മൾ അതുവരെ കേട്ടതും കണ്ടതും വായിച്ചതുമായ രീതിയിലല്ലാത്ത രീതിയിലുള്ള ഒരു രണ്ടാമൂഴം, ഒരു ഭീമനെ ചിത്രീകരിക്കാനും ഭീമനെ നിർമ്മിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ആ കഴിവുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കഥകളിൽ നിന്നും ഇതെല്ലാം മനുഷ്യന്റെ കഥയാണ് ഞാൻ പറയുന്നത്, ഈ നാടിന്റെ കഥയാണ്, സംസ്കാരത്തിന്റെ കഥയാണ്, ജീവിതത്തിന്റെ കഥയാണ് ഇത് ഞാൻ പറയുന്നത് എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത്. അത് വെറും ഭാവന കൊണ്ട് മാത്രം സാധ്യമല്ല. കാരണം അത്രമേൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻസ് എംടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ നിലപാട് അദ്ദേഹം എടുക്കുന്നത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പിക് കൃതികളിൽ നിന്നും ഒരു നോവൽ ഉണ്ടാക്കുമ്പോൾ, ഞാനതിന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, പി കെ ബാലകൃഷ്ണന്റെ ഉണ്ടായിരുന്നത് പ്രതിഭ റായ് ചെയ്തിട്ടുണ്ട് ദ്രൗപദി, ശിവാജി സാവന്ത് കർണൻ എന്ന് പറയുന്ന കൃതി, ഇതൊക്കെ മാറി നിന്നുകൊണ്ട് അതിനകത്തൊക്കെ എവിടെയൊക്കെ ചില സമയങ്ങളിൽ മനുഷ്യന് അപ്പുറത്തേക്ക് ദൈവികത്വമുള്ള ഒരു ഔന്നത്യമുള്ള ലെവലിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് മനുഷ്യനെയാണ് ഞാൻ എന്റെ കഥകളിൽ പറയുന്ന, മനുഷ്യന്റെ കഥയാണ് ഞാൻ വായനക്കാരോട് പറയുന്നത് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ മനുഷ്യകഥാനുകയായ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. പണ്ട് ഈ നിഴലാട്ടം പോലെയുള്ള സിനിമകൾ, ഈ നഗരമേ നന്ദി പോലുള്ള സിനിമകൾ, ഇതൊക്കെ അദ്ദേഹം ചെയ്തപ്പോഴൊക്കെ ഈ എങ്ങനെയാണ് ഒരു വില്ലേജിൽ നിന്നും നഗരത്തിലേക്ക് എത്തുമ്പോൾ നഗരം എങ്ങനെയാണ് ഗ്രാമീണരെ സ്വീകരിക്കുന്നത് എന്ന് പറയുന്ന നഗരമേ നന്ദി ചെയ്തിട്ടുണ്ട്. അപ്പം കാരണം മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം, മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുക. അമൃതഗമയെ ആലോചിച്ച് നോക്കൂ, അമൃതഗമയെ പോലൊരു സിനിമ മനുഷ്യത്വമുള്ള കഥകൾ എഴുതിയത് കൊണ്ട് തന്നെയാണ് മലയാളികൾ ആ സിനിമകളെല്ലാം അവരുടെ സ്വന്തം കഥകളാക്കി മാറ്റിയതും അവർ ആ സിനിമകളെ സ്വീകരിച്ചതും. വളരെയധികം നന്ദി ശ്രീ മധുപാൽ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ ലത്തീഫ് പറമ്പിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അങ്ങ് അദ്ദേഹത്തിൻ്റെ സഹചാരി കൂടിയായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എം.ടി ആത്മകഥ എഴുതാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തിയിരുന്നു? അദ്ദേഹത്തിൻ്റെ ആത്മകഥാ രൂപത്തിലുള്ള പുസ്തകങ്ങൾ പലതും വന്നു. നാലുകെട്ട അടക്കമുള്ള കഥകളിൽ അദ്ദേഹത്തിൻ്റെ ആത്മാംശങ്ങളുണ്ട്. എങ്കിൽ പോലും ആത്മകഥാരൂപത്തിൽ അതെഴുതാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നോ? അതിൻ്റെ എന്തെങ്കിലും നടപടികൾ അദ്ദേഹം മുന്നോട്ട് നീക്കിയിരുന്നോ? അതേപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ ശ്രീ ലത്തീഫ് പറമ്പിൽ? അത് എം.ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ
സാഹിത്യത്തോട് കൂട്ടിവെച്ചാൽ അതെൻ്റെ ആത്മകഥയാവും. ഞാൻ ഒരു ആത്മകഥ എഴുതാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് MT പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് MTയുടെ ആത്മകഥ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അത് MTയുമായിട്ട് സംസാരിച്ചിട്ട് ഡോക്ടർ ശ്രീകുമാർ, ഹലോ കേൾക്കാവോ? കേൾക്കാം. തുടരാം. ഹലോ ഹലോ ലത്തീഫ് തുടരാം. ഹലോ കേൾക്കാവോ? കേൾക്കാം ലത്തീഫ്, കേൾക്കാം. അപ്പോൾ MT ഒരിക്കലും ആത്മകഥ എഴുതാൻ ആഗ്രഹിച്ചിരുന്നില്ല. MT അത് വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ആ ഇൻ്റർവ്യൂവിലും വാരാണസി വന്ന ലക്കത്തിൽ ആ ഇൻ്റർവ്യൂവിലും ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഒരു ആത്മകഥ എഴുതാത്തതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ രചനകൾ മൊത്തം കൂട്ടിവെച്ചാൽ അതെൻ്റെ ആത്മകഥയാണ്, അല്ലാതെ ഇനിയൊരു ആത്മകഥ എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീർത്തും പറഞ്ഞിരുന്നു. അതെ, മാതൃഭൂമിയിലൂടെ അത് പുറത്തു വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. MTയുടെ ആത്മകഥ ആ രൂപത്തിലെങ്കിലും പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സമയത്തിൻ്റെ കുറവുണ്ട്. ശ്രീകൃഷ്ണപ്രസാദിലേക്ക് കൂടി വളരെ ചുരുക്കി, ഈ MT ഇല്ലാത്ത കാലമാണ്. ഇനിയും മലയാള ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം എഴുതി വെച്ച കഥകൾ നിരവധിയുണ്ട്, അതെടുത്താൽ മതിയാകുമെന്ന് അങ്ങ് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് MT ഇല്ല, ONV ഇല്ല, നെടുമുടി വേണു ഇല്ല, തിലകനില്ല, ഇത്തരത്തിലുള്ള തലപ്പൊക്കമുള്ള ആളുകളൊക്കെ തന്നെ ആ മേഖലകളിലൊക്കെ വലിയ കാരണവരായി ഇരുന്നവരൊക്കെ തന്നെ വിടവാങ്ങുന്ന മലയാള സാഹിത്യ ലോകം മാത്രമല്ല, മലയാള ചലച്ചിത്ര ലോകത്തും ഇവരുടെയൊക്കെ അഭാവം എങ്ങനെ നികത്തും ശ്രീകൃഷ്ണപ്രസാദ്? അവർക്കാർക്കും പകരം വെക്കാൻ ഒരിക്കലും മലയാളികൾക്ക് പകരം വെക്കാൻ ഒരാളെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റു പലരും വന്നു പോകാം, പക്ഷെ ഇവരെ പോലെ ലെജൻഡ്സ് ഇനിയും ഉണ്ടാവാൻ അത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന അപൂർവമായ ഒരു സൃഷ്ടികളാണ്, ജന്മങ്ങളാണ്. ആ ജന്മങ്ങൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടതിന്റെ വേദന നമ്മൾ മനസ്സിലുണ്ടെങ്കിലും അവർ നമുക്ക് സംഭാവന ചെയ്ത ചലച്ചിത്രങ്ങളിലൂടെയായാലും സാഹിത്യത്തിലൂടെയായാലും അവർ നമുക്ക് നൽകിയ ആ ഒരു സംഭാവനകളായിരിക്കും ഇനി നമ്മളെ മുന്നോട്ട് നയിക്കും. തീർച്ചയായും MT ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളും ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ കഴിയുന്ന മുഹൂർത്തം മാത്രമാണ് നമുക്ക് ഈ അവസരത്തിലുള്ളത്. മലയാളത്തിന് സ്വന്തം വിശ്വസാഹിത്യകാരൻ MT കാലത്തിൻ്റെ മഞ്ഞിൽ മറയുന്നു. മലയാള സാഹിത്യ നാലുകെട്ടിൻ്റെ ഉമ്മറത്തെ ചാരികസേരയിൽ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന കാരണവർ ഇനിയില്ല. എങ്കിലും MT സമ്മാനിച്ച ഇരുട്ടിൻ്റെ ആത്മാവ്, വാനപ്രസ്ഥം, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, വൈശാലി, സതയം, പഴശ്ശിരാജ തുടങ്ങിയ നിരവധി ചലച്ചിത്ര കഥകളിലൂടെയും കാലം, മഞ്ഞ്, രണ്ടാമൂഴം, അസുരവിത്ത് തുടങ്ങിയ നോവലുകളിലൂടെയും അദ്ദേഹം ജീവിക്കുമെന്ന് ഉറപ്പാണ്. MT കഥയുടെ പെരുന്തച്ചൻ തന്നെ. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് ചലച്ചിത്ര സംവിധായകനും നടനുമായ മധുപാൽ, കവി ശ്രീ PP ശ്രീധരനുണ്ണി, നടൻ കൃഷ്ണപ്രസാദ്, എഴുത്തുകാരൻ EN നന്ദകുമാർ, അദ്ദേഹത്തിൻ്റെ സഹചാരിയും മാധ്യമപ്രവർത്തനം കൂടിയായ ശ്രീ ലത്തീഫ് പറമ്പിൽ എന്നിവരാണ് MTയുടെ ഓർമ്മകൾ പങ്കുവച്ചത്. ഈ ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. നമസ്തേ.